ഇതെന്തോന്നാണ് ചലഞ്ച്? അത് പിന്നെ അത് ജയിക്കുന്ന ആള് പറഞ്ഞ അപ്പോൾ ഇതെന്തോന്നാണ് കളി? എന്തോന്നാണ് പറ. റെക്കോർഡ് ചെയ്യാണ് പറ. റെക്കോർഡൊന്നും ചെയ്യണം പോണോ? ദൃക്സാക്ഷികളില്ലാത്തൊരു കേസിൽ ആ പരിമിതിയിൽ പഴുതുകൾ പലതുണ്ടാവാനിടയുള്ള ഒരു കേസിൽ കൊലമരത്തിലേക്ക് വഴിതെറ്റാതെ ഗ്രീഷ്മയെ എത്തിക്കാൻ സാക്ഷ്യം പറഞ്ഞ ദൃശ്യങ്ങളാണ്. ആ പഴച്ചാറിൽ പാരസെറ്റമോൾ ഭീമമായ തോതിൽ പൊടിച്ച് ചാലിച്ച് കള്ളക്കുറുമ്പ് അഭിനയിച്ച ഗ്രീഷ്മയുടെ ആ വിഷ്വൽ ആദ്യ കൊലപാതക ശ്രമമാണ്. ആ മിടുക്കി പെൺകുട്ടിക്ക് ഒരു ക്രിമിനൽ പശ്ചാത്തലമില്ലല്ലോ കോടതി എന്ന പ്രതിഭാഗത്തിന്റെ വാദം വേരോട് പിഴുതെടുത്ത് തൂക്കിയടിച്ചതാണ് ആ ദൃശ്യ പശ്ചാത്തലത്തിൽ ജഡ്ജി AM ബഷീർ. അത് നീതിമാന്റെ കോടതി. ഹൗ ടു യൂസ് പാരസെറ്റമോൾ ആസ് പോയിസൺ എന്നതടക്കം 1 അല്ല 23 വെബ് സെർച്ചുകളാണ് ചെകുത്താന്റെ ദുഷ്ടഗവേഷണം. പരാജയപ്പെട്ട അന്തകശ്രമത്തിൽ നിർത്തിയോ? ഇല്ല. അപ്പോൾ തന്നെ തുടങ്ങിയ അടുത്ത വിഷഗവേഷണം. പാരക്വാറ്റ് എന്ന പോയിസൺ മനുഷ്യ ശരീരത്തിൽ ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റ് എന്തൊക്കെയാണ്? വാക്കുകളിൽ പ്രണയമധുരം നിറച്ച് പുരുഷകാമനകളെ അങ്ങേയറ്റം വശീകരിക്കുന്ന വാട്സാപ്പ് ചാറ്റുകളിൽ ഷാരോണെ വീട്ടിലേക്ക് കിടപ്പറയിലേക്ക് വിളിച്ചു വരുത്തി കഷായത്തിൽ കാളകൂടം ചാലിച്ച് മരണമുറപ്പിച്ചപ്പോൾ മാത്രം നിർത്തിയതാണ് ആ ദുഷ്ടഗവേഷണങ്ങൾ, ആവർത്തന ശ്രമങ്ങൾ, ഗൂഢമായ ആലോചനകൾ. ഷാരോണെ തീർത്തുകളഞ്ഞ കൊലപാതകം കൾപ്പബിൾ ഹോമിസൈഡ് അല്ല, അത് പ്ലാൻഡ് മർഡറാണ്. അങ്ങേയറ്റത്തെ നരകയാതനയിൽ വേദനയിൽ പൊളഞ്ഞപ്പോഴും ചങ്ക് കൊടുത്തൊരു പെങ്കൊച്ചു കോപ്പയിൽ കൊടുത്തത് കൊടുംവിഷമാണെന്ന തിരിച്ചറിവിലും ഷാരോൺ ഗ്രീഷ്മയെ തള്ളിപ്പറഞ്ഞിട്ടില്ല. സ്നേഹവാക്കുകളല്ലാതെ ഒരു തെറിവാക്ക് ആ വാട്സാപ്പ് ചാറ്റിൽ കാണാനില്ല. അങ്ങനെ അവസാന ശ്വാസത്തിലും ഇഷ്ടപ്പെട്ട് വെണ്ണീറായപ്പോഴും പുത്രദുഃഖത്തിൽ വാവിട്ട് കരഞ്ഞൊരു അമ്മയെ കണ്ടപ്പോഴും ആ പെൺഹൃദയത്തിൽ സ്ത്രീ സഹജമായി ഉണ്ടാകേണ്ട കാരുണ്യത്തിന് തരിമ്പുണ്ടായിട്ടില്ല. പശ്ചാത്തപിക്കാത്ത ചെകുത്താനാണ്. കിട്ടാവുന്ന പരമാവധി ശിക്ഷ ജീവപര്യന്തം 10-16 വർഷങ്ങൾ. കഴിയുമ്പോൾ 36 വയസ്സ്. അത് കഴിഞ്ഞങ്ങ് ജീവിച്ചോളാം സാറേ എന്ന വർത്താനത്തിന് അങ്ങനങ്ങ് ജീവിക്കേണ്ട ഗ്രീഷ്മയെ എന്ന് കോടതി പറഞ്ഞെങ്കിൽ സമൂഹത്തിലെ വിഷജീവികൾക്ക് ആവർത്തിക്കരുത് എന്ന താക്കീതാണ് ആ കൊലമരം. അപ്പോഴേക്കും ഇറങ്ങി മാളിക മുകളിലെ കപടനാട്യങ്ങൾ, കൊലമരത്തിന് താഴെ കണ്ണീർ വാർക്കൽ, ഏതോ പ്രണയ പ്രതിസന്ധി, സോഷ്യൽ ടോർച്ചർ, ജസ്റ്റിഫയബിൾ മർഡർ. ആ ചെകുത്താന് വേണ്ടി ന്യായീകരണ ഖണ്ഡകാവ്യങ്ങൾ പടച്ചുവിടാൻ ഉളുപ്പുണ്ടോ? ഗ്രീഷ്മയോടുള്ള പ്രണയത്തിന്റെ ശിക്ഷ ഏറ്റുവാങ്ങി ഷാരോൺ പെട്ടെന്നങ്ങ് മരിച്ചതല്ല. നാക്ക് മുതൽ നഖം വരെ വേദനിച്ചാണ്. നാവിൻ്റെ ഒരു ഭാഗം അടർന്നുപോയതാണ്. ആന്തരികാവയവങ്ങൾ ഓരോന്നും ചോര പറ്റി അഴുകിപ്പോയതാണ്. ലിംഗാഗ്രത്തിൽ വരെ ചോരയിറ്റി ഓരോ കോശത്തിലും ഇഞ്ചോടിഞ്ച് വേദനിച്ച് ഓരോ ദിവസവും ഓരോ വർഷമെന്ന കണക്കിൽ 1 അല്ല 14 നാൾ നരകത്തിൽ വേദനിച്ചു പോയതാണ്. ആ വേദനയ്ക്ക് മുകളിൽ ഗ്രീഷ്മയുടെ എന്തോ അവകാശം പ്രതിഷ്ഠിക്കുന്ന രക്ഷകവേഷധാരികളുടെ സ്വാനുഭവത്തിൽ ഉണ്ടാവാതിരിക്കട്ടെ കൊടുംവേദനയുടെ പുത്രദുഃഖങ്ങൾ. ആ ഓർമ്മകളെ നെഞ്ചോട് ചേർത്ത് ഷാരോൺ പോയ അന്നു മുതൽ തേങ്ങി മാത്രം ജീവിക്കുന്ന ഒരു അമ്മയെ ചേർത്ത് പിടിക്കുമ്പോൾ കരയാതിരിക്കാൻ കഷ്ടപ്പെടുന്ന ഒരു കൂടപ്പിറപ്പിനെ, തീരാനോവിൽ പക്ഷാഘാതം വന്നുപോയ അച്ഛൻ്റെ വേദന കണ്ട കോടതിക്ക്, അക്ഷീണം പ്രയത്നിച്ച അന്വേഷണ സംഘത്തിന്, പ്രോസിക്യൂട്ടർക്ക്, മരിച്ചുപോയവന്റെ നീതിക്ക് വേണ്ടി പൊരുതിയ കാവൽ മാലാഖമാർക്ക് കേരളത്തിന്റെ ഹൃദയാഭിവാദ്യങ്ങൾ. പ്രിയ പ്രേക്ഷകർക്ക് എൻകൗണ്ടർ പ്രൈമിലേക്ക് സ്വാഗതം. എന്തോന്നാണ് ചലഞ്ച്? അത് പിന്നെ ഇതെന്തോന്നാണ് കളി? എന്തോന്നാണ് പറ. നിഷ്കളങ്കനായ എന്റെ പൊന്നുമോന്റെ നിലവിലെ ദൈവം കേട്ട്. അവിടെ VS വിനീത് കുമാർ, സത്യശീലൻ, അന്വേഷണ ഉദ്യോഗസ്ഥൻ ശ്രീ KJ ജോൺസൺ, ഷിമോൺ, ഷാരോണിന്റെ സഹോദരൻ ശ്രീ കെമാൽ പാഷ എന്നിവർ ചർച്ച ചെയ്തിരുന്നു. ആദ്യം ഞാൻ ശ്രീ കെമാൽ പാഷയിലേക്ക്. ശ്രീ കെമാൽ പാഷ, ഞാൻ വെറുതെ ഒരു കൗതുകത്തിന് ഈ ഗ്രീഷ്മ അടിച്ചു നോക്കിയ ആ വെബ് സെർച്ച്, അല്ലെങ്കിൽ ആ സെർച്ച് വേർഡ് പാരക്യൂട്ട് ഇമ്പാക്ട് ഓൺ ഹ്യൂമൻ ബോഡി എന്ന് വെറുതെ ഗൂഗിളിൽ അടിച്ചു നോക്കുമ്പോൾ തന്നെ ഏത് രീതിയിലാണ് ഈ പാരക്യൂറ്റ് എന്ന കൊടും വിഷമായ കളനാശിനി മനുഷ്യ ശരീരത്തിനകത്തേക്ക് പോയാൽ മൾട്ടി ഓർഗൻ ഫെയിലൂർ അടക്കം ഉണ്ടാകുന്ന ആദ്യഘട്ടത്തിൽ കാണാം. പിന്നീട് സ്കോളർലി റിസർച്ച് ഉണ്ട്, എന്ന് പറഞ്ഞാൽ കേസ് സ്റ്റഡികളുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട ആശുപത്രിയിൽ പോയി ദീർഘദിവസങ്ങളെടുത്ത് മരിച്ചുപോയവരുടെ അനുഭവങ്ങൾ അതിൽ പല ലേഖനങ്ങളിലും പറയുന്നുണ്ട്. ഓരോ ആന്തരികാവയവങ്ങളിലും ഇത് ഏത് രീതിയിൽ ബാധിക്കുന്നതാണ്, കിടക്കുന്ന ദിവസത്തോളം എത്രത്തോളം ഇഞ്ചിഞ്ചായാണ് ഇത് മരിക്കുന്നത് എന്ന കാര്യമൊക്കെ വളരെ ഭംഗിയായി ഗൂഗിളിൽ എഴുതുന്നുണ്ട്. അപ്പോൾ ഒരു MAക്ക് 90% മാർക്ക് വാങ്ങിയ ഒരു പെൺകുട്ടിക്ക് അത് വായിച്ചാൽ മനസ്സിലാവാത്തതല്ല. ഇഞ്ചിഞ്ചായി മരിക്കും എന്നറിഞ്ഞുകൊണ്ട് കൊടുത്തതാണ് ആ വിഷം. അപൂർവങ്ങളിൽ അപൂർവമല്ല എന്ന് പറയുന്നത് എങ്ങനെയാണ് സാർ? അതായത് ഇപ്പോൾ ഈ പാരസെറ്റമോൾ കലക്കി കൊടുത്തു കഴിഞ്ഞാൽ ഗുളിക ഏതാണ്ട് 40 ഗുളിക എങ്ങാണ്ട് അത് കലക്കി ഏതോ പാനീയത്തിലെങ്ങാണ്ട് ചേർത്ത് കൊടുത്തു.
അത് ചേർത്ത് കൊടുത്തു, ഇയാൾ കുടിച്ചു. പക്ഷേ അയാൾ മരിച്ചൊന്നുമില്ല. ഇതിൻ്റെ ധാരണ ഈ പാരസെറ്റമോൾ കൊടുത്തു കഴിഞ്ഞാൽ അത് മരിച്ചു പോകുന്നുള്ളതാണ്. അതൊന്നും നടന്നില്ല. അവസാനം പിന്നെ വന്നപ്പോൾ ഏതെങ്കിലും വിധത്തിൽ ഇയാളെ കൊല്ലണം. അങ്ങനെ വന്നു കഴിച്ചപ്പോൾ അത് ഒരു കണ്ടുപിടിച്ച മാർഗ്ഗമാണ് കീടനാശിനി കഷായത്തിനകത്ത് ചേർത്ത് കൊടുക്കാമെന്ന്. അത് ഇയാൾ ചോദിച്ച് വാങ്ങിച്ച് കുടിച്ചെന്നാണ് ആ പെൺകുട്ടി മജിസ്ട്രേറ്റിൻ്റെ കൊടുത്ത ഒരു മൊഴിയിൽ പറയുന്നത്. കാരണം ഇത് ലൈസോൾ കഴിച്ചിട്ട് ആത്മഹത്യ ചെയ്യാനായിട്ട് ഇത് ശ്രമിച്ചു, ഇത് കഴിച്ച് കസ്റ്റഡിയിലുണ്ടായിരുന്നപ്പോൾ. അതൊക്കെ നമ്മൾ കള്ളത്തരം എന്ന് പറയാൻ എളുപ്പമാണ്. പക്ഷേ ആ പെൺകുട്ടി ഒരു പ്രതിയാണ്. അതിൻ്റെ ഒരു വെർഷനാണത്. അത് ശരിയോ തെറ്റോ എന്നുള്ളത് പ്രോസിക്യൂഷൻ തന്നെ ഹാജരാക്കിയേക്കുന്ന ഡോക്യുമെൻ്റാണത് എടുത്ത് കോടതിയിൽ ഈ കേസിനകത്ത് തന്നെ ഹാജരാക്കിയിട്ടുണ്ട്. അത് നമുക്ക് എല്ലാം അങ്ങനെ കള്ളത്തരമെന്നൊന്നും പറയുന്നതിൽ അർത്ഥമില്ല. പിന്നെ ആ കുട്ടി ചെയ്തത് അങ്ങേയറ്റം വളരെ ദ്രോഹകരമായ കാര്യമാണ്, സംശയമൊന്നുമില്ല. കാരണം ഇയാളെ വേണ്ടെന്നതാവുന്നു പറയുന്നു. പക്ഷേ ഇവൻ പോകാൻ തയ്യാറല്ല. ഇയാളുടെ കയ്യിൽ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം. അതിനവസാനം അതിന് കണ്ടുപിടിച്ച ഒരു മാർഗ്ഗമാണിത്. ഞാനിത് റെയർ ആവുന്നില്ലെന്നേ പറഞ്ഞുള്ളൂ, അല്ലാതെ ഇത് കൊലപാതകമാവത്തില്ലെന്ന് ഞാൻ പറഞ്ഞില്ല. ഉറപ്പായി കൊലപാതകം. കെമാൽ പാഷ അങ്ങനെയല്ല. ഇതെന്ന് പറഞ്ഞാൽ ഇത് ഇപ്പൊ 22 വയസ്സാണ്. നമ്മുടെയൊക്കെ ആ പ്രായത്തിൽ എൻ്റെ വീട്ടിൽ റബ്ബർ ഉള്ളത് കാരണം ഞാൻ പരമാവധി കേട്ടിട്ടുള്ള വിഷം എന്താണ് തുരിശ് എന്ന വിഷമാണ്. പാരക്കറ്റൊന്നും നമ്മൾ അന്ന് കേട്ടിട്ടില്ല. ഇപ്പോൾ പുതിയ കുട്ടികളാകാം, അവർക്കുണ്ടാകാം. പക്ഷേ പാരക്കറ്റിൻ്റെ ഹ്യൂമൻ ഇമ്പാക്റ്റ് ഈ കുട്ടി ഫോണിൽ നോക്കുന്നുണ്ട്. ഇത്രത്തോളം വേദനാജനകമായ മരണമാണ് എന്ന കുട്ടി അറിയുന്നുണ്ട്. അതിനുവേണ്ടി ആവർത്തിച്ച് സെർച്ച് നടത്തുന്നുണ്ട്. ഈ പറയുന്ന പാരസെറ്റമോൾ ജ്യൂസിൽ കലർത്തുന്ന ദിവസം 23 തവണയാണ് എന്താണ് ആൻറ്റിബയോട്ടിക് ആസ് പോയിസൺ എന്ന് പറഞ്ഞ് അടിച്ചു നോക്കുന്നത്. ക്രൂരമായൊരു ബുദ്ധി അതിനുണ്ട്. മരിക്കുമ്പോഴും അങ്ങ് വെറുതെ മരിച്ചു പോയിക്കൂടാ. താൻ പ്രണയിച്ച അല്ലെങ്കിൽ തന്നെ പ്രണയിച്ച ഇയാൾ ഇഞ്ചിഞ്ചായി മരിക്കണം എന്ന ദുഷ്ടബുദ്ധി അവിടെയുണ്ട്. അപൂർവമല്ലേ സാർ അത്, ആ ദുഷ്ടബുദ്ധി? എല്ലാ ദുഷ്ടബുദ്ധിയും നമ്മൾ അപൂർവം എന്ന് പറയാൻ പറ്റത്തില്ല ഹാഷ്മി. ഞാൻ പറഞ്ഞില്ലേ, അതായത് നമുക്ക് ഒരു 3-4 സുപ്രീം കോടതിയുടെ ഒരു 3-4 വിഖ്യാതങ്ങളായ വിധികളുണ്ട്. ഒന്ന് ബച്ചൻ സിംഗ്, അത് കോൺസ്റ്റിറ്റ്യൂഷൻ ബെഞ്ചാണ്. ബച്ചൻ സിംഗ് 1980 കോൺസ്റ്റിറ്റ്യൂഷൻ ബെഞ്ചാണ്. 83 ആ വിധിയുണ്ട്. അപ്പോൾ ബച്ചൻ സിംഗ് കേസ്, അതിനകത്താണ് റെയറസ്റ്റ് എമംഗ് റെയർ എന്നുള്ള പ്രിൻസിപ്പിൾ ആദ്യം കൊണ്ടുവന്നത്. അപ്പോൾ ഏതൊക്കെ കേസുകളാണ് റെയറസ്റ്റ് എമംഗ് റെയറിൽ വരും, അതങ്ങനെ വരണമെങ്കിൽ അതിന് സ്പെഷ്യൽ ഫാക്ട്സ് വേണം CRPCയുടെ അമെൻമെൻ്റ് അനുസരിച്ച്. അത് മാത്രമല്ല ഈ ലെസർ ആൾട്ടർനേറ്റീവ്, അതായത് ലൈഫ് ഇംപ്രിസൺമെൻ്റ് എന്ന് പറയുന്നത് അൺക്വസ്റ്റ്യനബിളി ഫോർക്ലോസ്ഡ് ആയിരിക്കണം. അതായത് സംശയ ലെവലേശമന്യേ അത് അപര്യാപ്തമാകണം. എങ്കിൽ മാത്രമേ അങ്ങനെയുള്ള കേസിലെ ഒരു റെയറസ്റ്റ് എമംഗ് റെയർ ആവുള്ളൂ, അങ്ങനെയുള്ള കേസുകളെ ആവുള്ളൂ എന്നാണ് സുപ്രീം കോടതി അതിൽ പറഞ്ഞത്. പിന്നെ അടുത്ത കേസെന്ന് പറഞ്ഞാൽ ഇതുപോലെ തന്നെ ഏതൊക്കെ കേസുകൾ വരാം എന്ന് മാച്ചി സിംഗ് വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ, മാച്ചി സിംഗ്, ആ കേസിനകത്ത് സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട്. ഇത് കൂടാതെ ജസ്റ്റിസ് VR കൃഷ്ണയുടെ എഡിഗ അനമ എന്ന് പറയുന്ന കേസിനകത്ത് അതും അദ്ദേഹം വളരെയധികം നല്ല രീതിയിൽ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതുപോലുള്ള ഒരുപാട് വിഖ്യാതങ്ങളായ ജഡ്ജ്മെൻറ്റ്സ് നമ്മുടെ സുപ്രീം കോടതിയുടെ ഉണ്ട്. അതൊക്കെ ഉള്ളപ്പോൾ നമ്മൾ അതൊക്കെ ആ പാരാമീറ്റേഴ്സ് എടുത്തുകൊണ്ട് വേണം ഒരു കേസ് റെയറസ്റ്റ് എമംഗ് റെയർ ആവണോ അല്ലയോ എന്ന് തീരുമാനിക്കുന്നത്. ഞാൻ ഈ കുട്ടി ഒരു കാരണവശാലും ന്യായീകരിച്ചിട്ടില്ല. ഇതിന് ക്രിമിനൽ ബുദ്ധി ഇല്ല എന്ന് ഞാൻ പറഞ്ഞില്ല. അതെല്ലാം ഉണ്ട്, ഇല്ലെന്നൊന്നും പറയാൻ ഒക്കത്തില്ല. പക്ഷേ ഒരു മെച്യൂരിറ്റി ഓഫ് മൈൻഡ് എന്ന് പറയുന്നത് അതിനില്ല എന്നുള്ളത് സംശയമില്ലാത്ത കാര്യമാണ്. കാരണം അല്ലെങ്കിൽ ഈ ലൈസോൾ എടുത്ത് കുടിച്ച് ആത്മഹത്യ ചെയ്യാൻ ശ്രമിക്കുമോ? ഇല്ല സാർ, അത് മെച്യൂരിറ്റി ഓഫ് മൈൻഡ് ഉള്ളതുകൊണ്ടാണെന്നാണ് എൻ്റെ ഒരു ധാരണ. കാര്യം ഇന്ന് കോടതി പറയുകയാണ് അത് ഉടായിപ്പ് വ്യാജമായ ആത്മഹത്യാ ശ്രമമാണെന്ന് പറയുകയാണ്. അത് വ്യാജ ആത്മഹത്യാ ശ്രമമാണ് കോടതി പറയുന്നത്, വെറുതെ പറയില്ല, പ്രോസിക്യൂഷൻ്റെ വാദമല്ല. കോടതി പറയുന്നത് വ്യാജ ആത്മഹത്യാ ശ്രമമാണ്. എന്തുകൊണ്ടാണെന്ന് നമുക്ക് ചോദിക്കാം. ഇവിടെ മെച്യൂരിറ്റി ഇല്ലെന്ന് പറയുമ്പോൾ ഈ കുട്ടി MAക്ക് 90% മാർക്ക് വാങ്ങി പാസ്സായ കുട്ടിയാണ് ഈ പെൺകുട്ടി പാരസെറ്റമോൾ എത്ര തവണ ആളെ കൊല്ലാൻ പറ്റുമെന്ന് 23 തവണ സെർച്ച് ചെയ്ത് അത് ജ്യൂസിൽ കലക്കി കൊടുത്ത് പ്രണയം അഭിനയിച്ച് ഈ പറയുന്ന പാവം പയ്യനെ കൊണ്ട് കുടിപ്പിച്ച കുട്ടിയാണ്. അതിൽ പരാജയപ്പെട്ട് പിന്നെ പാരക്കാറ്റ് എന്ന് പറയുന്ന വിഷം ഏത് രീതിയിൽ മനുഷ്യജീവനെ ബാധിക്കുമെന്നറിഞ്ഞ് ഇത്തരത്തിൽ ഇഞ്ചിഞ്ചായി മരിക്കുന്നു എന്ന് തിരിച്ചറിഞ്ഞ് അവനെ മെസ്സേജ് അയച്ച് വീട്ടിലേക്ക് വിളിച്ചു വരുത്തി കളകൂടം കൊടുത്ത് കൊന്ന കുട്ടിയാണ്. എന്താണ് സാർ ആ കുട്ടിക്കില്ലാത്ത മെച്യൂരിറ്റി? അങ്ങേയറ്റം ബ്രില്യൻ്റായ കുറ്റവാളിയാണ് സാർ ഈ ഗ്രീഷ്മ. ഞാൻ ഒരു ചോദ്യം ഹാഷ്മി അടുത്ത് അങ്ങോട്ട് ചോദിച്ചോട്ടെ, അതിനൊരു മറുപടി പറഞ്ഞോളൂ. എന്തിനായി ഇത് കൊല്ലാനുള്ള കാരണം എന്താണ്? എന്താ കാര്യം? ഇയാളെ ഒഴിവാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇയാൾ പോകത്തില്ല, നിവർത്തിയില്ലാതെ വന്നു. അങ്ങനെയാണ് അത് ഞാൻ മനസ്സിലാക്കിയേക്കുന്നത്. നിങ്ങൾ ബാക്കി പറയുന്നത് എനിക്കറിയില്ല എന്താണെന്ന്. ഇതിന് കാളകൂടും വിഷവും ഇതെല്ലാം ശരി തന്നെയാണ്. അതൊക്കെ ഞാൻ പറഞ്ഞില്ലേ, എല്ലാ മർഡറും ബ്രൂട്ടലാണ്, അതിന് സംശയമൊന്നുമില്ല. പക്ഷേ എല്ലാ മർഡറിനും നമുക്ക് വധശിക്ഷ കൊടുക്കാൻ പറ്റത്തില്ല. ഇത് ഞാൻ വധശിക്ഷ കൊടുത്ത കാര്യം മാത്രമേ പറഞ്ഞുള്ളൂ. ഇതിനെ ശിക്ഷിക്കേണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല.
ഇല്ല സാർ, ജീവനിലും തന്നെ ഈ correct 14 ആയിട്ട് days കൊടുക്കണം. ഒന്നും വേണ്ട. ഈ 14 days നമ്മൾ ഈ ആ ദിവസം ആ പറയുന്ന വാർത്താ ദിനങ്ങളിൽ ഈ 14 ദിവസങ്ങൾ നമ്മൾ സജീവമായി ചർച്ച ചെയ്തതാണ്. ഒരു പയ്യൻ, ഈ പറഞ്ഞ ഗ്രീഷ്മയുടെ അതേ പ്രായമുള്ള ഒരു യുവാവ്, ഒരുപാട് സ്വപ്നങ്ങൾ, ശരിയാണ് ഗ്രീഷ്മയെ പ്രണയിച്ചു എന്നത് ശരിയാണ്, ഗ്രീഷ്മ പുതിയൊരു ബന്ധമുണ്ടായപ്പോൾ വേണ്ട എന്ന് പറഞ്ഞു, ശരിയാണ്, അത് അവിടെ നിർത്തി വേണമെങ്കിൽ ഷാരോണിന് പോകാമായിരുന്നു, എല്ലാ മനുഷ്യരും ഒരുപോലല്ലോ. ആ പയ്യൻ, അവൻ പ്രണയിച്ച പെൺകുട്ടി എന്ന് പറഞ്ഞാൽ അവസാന ശ്വാസത്തിലും ഇതിനെ തള്ളിപ്പറയാത്ത ആളാണ് കേട്ടോ. അവസാന ശ്വാസത്തിലും എന്താണ് അന്ന് വിളിച്ച വാവേ എന്നൊക്കെ സ്നേഹവാക്ക്, തെറ്റെന്ന് ഞാൻ പറയും, വാവേ എന്ന സ്നേഹവാക്ക് വിളിച്ച ഒരു പയ്യനാണ്. ഈ പറയുന്ന അപക്വതയുണ്ടെങ്കിൽ ഉണ്ടായത് ഷാരോണാണ്. ഈ ക്രൂരമായ മനസ്സ് തിരിച്ചറിയാതെ പിന്നെയും അതിൻ്റെ പിന്നാലെ പോയ ഷാരോൺ അപക്വം പോട്ടെ. അങ്ങനെ ഉണ്ടായൊരു സംഭവമാണ് ഇത്. ഗവേഷണം ചെയ്ത് ഉണ്ടാക്കിയെടുത്ത ഒരു ക്രൂരബുദ്ധിയാണ്. 14 ദിവസങ്ങളെന്ന് പറയുന്നത് ഓരോ ഇഞ്ചിഞ്ചായി കോശങ്ങളിൽ ഓരോ ആന്തരികാവയവും അഴുകി, ഓരോ ആന്തരികാവയത്തിലും ചോര വറ്റി, ലിംഗാഗ്രത്തിൽ മൂത്രമിറ്റി, ഒരു മനുഷ്യൻ അനുഭവിക്കാവുന്ന നരകയാതനയുടെ പരമാവധി അനുഭവിച്ച് മരിച്ചു പോയതാണ്. ആ വേദനയ്ക്ക് മുകളിലാണോ സാർ അങ്ങ് ഈ പറയുന്ന എന്തെങ്കിലും ന്യായം? ഞാൻ പറഞ്ഞത്, അതായത് അയാൾക്ക് വേദനയുണ്ടായില്ലെന്ന് ഞാൻ പറഞ്ഞില്ല. എല്ലാ കൊലപാതകങ്ങളിലും ആളുകൾക്ക് വേദന ഉണ്ടാവും, മരിക്കുന്നവർക്ക്. പക്ഷേ മരിക്കുന്നവരുടെ ബന്ധുക്കൾക്ക് അതിൻ്റെ ഈ പ്രതിയെ തൂക്കിക്കൊല്ലണമെന്നും വധശിക്ഷയ്ക്ക് വിധിക്കണമെന്നുള്ള താല്പര്യം ഉണ്ടാവും. അത് സമൂഹത്തിൻ്റെ ഒരു ഔട്ട്ക്രൈ അല്ല കോടതി അവിടെ കേൾക്കേണ്ടത്. കോടതി കേൾക്കേണ്ടത് ഇത് അഗ്രവേറ്റിംഗ് സർക്കംസ്റ്റാൻസും മിറ്റിഗേറ്റിംഗ് സർക്കംസ്റ്റാൻസും വിലയിരുത്തണം. എന്തൊക്കെ അഗ്രവേറ്റിംഗ് സർക്കംസ്റ്റാൻസ് ഉണ്ട്, എന്തൊക്കെ മിറ്റിഗേറ്റിംഗ് സർക്കംസ്റ്റാൻസ് ഉണ്ട്, വിലയിരുത്തിയിട്ടാണ് മിറ്റിഗേറ്റിംഗ് സർക്കംസ്റ്റാൻസ് ഉണ്ടെങ്കിൽ, അതായത് ഇതിനെ ലഘൂകരിക്കുന്ന രീതിയിലുണ്ടെങ്കിൽ ഒരു കാരണവശാലും വധശിക്ഷ കൊടുക്കാൻ പാടില്ല അങ്ങനെയുള്ള കേസിനകത്ത്. ഇത് ഞാൻ പറഞ്ഞത്, ഈ സാഹചര്യങ്ങൾ, ഈ കുട്ടി ചൂണ്ടിക്കാണിച്ച സാഹചര്യങ്ങൾ മിറ്റിഗേറ്റിംഗ് സർക്കംസ്റ്റാൻസ് ആവും, അതിന് സംശയമൊന്നുമില്ല. അതുതന്നെയാണ്. ഇപ്പോൾ 22 വയസ്സുകാരി, ശരിയാണ്, ഇതൊക്കെ റിസർച്ച് ചെയ്ത് കണ്ടുപിടിച്ചു, ഇതൊക്കെ നോക്കി, അതൊക്കെ ഡിജിറ്റൽ തെളിവുകൾ അതിനുണ്ട്, അതൊക്കെ ശരി. അതിന് കൺവിക്ഷന് ഞാൻ ഒരു കുറ്റവും പറയുന്നില്ല. പരോക്ഷമായി ഈ പറയുന്ന കോടതി മുതൽ പ്രതിഭാഗം പറഞ്ഞ ജസ്റ്റിഫയബിൾ മർഡർ എന്ന കൺസെപ്റ്റാണ്. ആലോചിച്ച് നോക്കൂ സാർ, അത്തരത്തിൽ ഇപ്പോൾ ഒരു പ്രണയബന്ധം ടോക്സിക് ആണ് എന്ന് വെച്ചോളൂ. ഞാനത് പൂർണ്ണാർത്ഥത്തിൽ ഈ പറയുന്ന രീതിയിൽ ഏതാണ്ട് കോംപ്രമൈസിങ് ചിത്രങ്ങളൊന്നും ആർക്കും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല ഫോണുകളിൽ നിന്നും. അതൊക്കെ ഒരു നറേറ്റീവാണെന്നാണ് ഞാൻ വിശ്വസിപ്പോട്ടെ, നമുക്ക് ചോദിക്കാം. ഇനി അങ്ങനെ ആ ബന്ധം ടോക്സിക് ആണെങ്കിൽ ആ ടോക്സിക്കായ ബന്ധത്തിൽ ഒരാളെ ഒഴിവാക്കാൻ വിഷം കലർത്തി കൊടുത്ത് കൊല്ലാം, അത് ജസ്റ്റിഫയബിൾ ആണ് എന്ന സന്ദേശം കൊടുത്താൽ നമ്മളുടെ സമൂഹം എവിടെ ചെന്ന് നിൽക്കും സാർ? അത് ജസ്റ്റിഫയബിൾ എന്ന് ആര് പറയുന്നു? ഞാൻ പ്രതിഭാഗത്തിന്റെ വാദം പറഞ്ഞതാണ്. മർഡറിനെ ഒരിക്കലും ജസ്റ്റിഫൈ ചെയ്യാൻ ഒക്കത്തില്ല ഇതിനകത്ത്. ഇറ്റ് ഈസ് എ കോൾഡ് ബ്ലഡഡ് മർഡർ, അതിന് സംശയമൊന്നുമില്ല, ഒരു കാര്യമില്ല. പക്ഷേ അവിടെ വധശിക്ഷ കൊടുക്കാമോ ഇല്ലയോ എന്നുള്ള കേസ് മാത്രം പരിഗണിച്ചാൽ മതി. ഇയാളെ ഈ പെൺകുട്ടിയെ ശിക്ഷിക്കരുതെന്ന് ഞാൻ പറഞ്ഞില്ല, ശിക്ഷിക്കണം 100%. അതിന് കൺവിക്ഷൻ തന്നെ വേണ്ടതാണ്. അത് കൺവിക്റ്റ് ചെയ്തു കോടതി. പക്ഷേ അത് കഴിഞ്ഞുള്ള സ്റ്റേജാണ് ഞാൻ പറയുന്നത്. പിന്നെ കോടതിയുടെ, അതായത് കോടതിയാണ് അത് തീരുമാനിക്കേണ്ടത്. അതൊക്കെ എന്ത് പാരാമീറ്റേഴ്സാണ് കൺസിഡർ ചെയ്തേക്കുന്നൊന്നും ഞാൻ കണ്ടില്ല. പക്ഷേ ഞാൻ ഇത് പറഞ്ഞു കേട്ടപ്പോൾ ഉള്ള കാര്യം ഞാൻ പറഞ്ഞതാണ്. ഒരു കാരണവശാലും ഇങ്ങനെയുള്ള ഒരു കേസിനകത്ത്, ഇത് പെൺകുട്ടിയായപ്പോൾ നമുക്ക് ഒരുപാട് അതിനകത്ത് പബ്ലിക് ഔട്ട്ക്രൈ വരും. അല്ല, അതിപ്പോൾ ആൺകുട്ടിയാണെങ്കിൽ പെൺകുട്ടിയാണ്, ഞാൻ പബ്ലിക് ഔട്ട്ക്രൈയുടെ കാര്യം വിട്ടേക്കും. നമുക്ക് ഇതിന്റെ ഫാക്സ് തന്നെ ഉണ്ടല്ലോ നമ്മുടെ മുന്നിൽ. ഈ ഫാക്സ് എന്ന് പറയുന്നത്, ഈ ഷാരോൺ എന്ന് പറയുന്ന ഞാൻ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്ന 14 ദിവസത്തെ മാരക വേദന എന്ന റിപ്പോർട്ട് ചെയ്ത ഒരാളെന്ന നിലയ്ക്ക് 14 ദിവസം ഷാരോൺ അനുഭവിച്ച കൊടിയ വേദന, അതിനുവേണ്ടി ഈ പെൺകുട്ടി എടുത്ത തയ്യാറെടുപ്പുകൾ, അതിനുശേഷം ഒരച്ഛൻ്റെയും അമ്മയുടെയും നിതാന്തമായ വേദന, ഈ പറയുന്ന പിതാവിന് പക്ഷാഘാതം ഉണ്ടായി സാർ, അവരുടെ സ്വപ്നങ്ങൾ തകർന്നു സാർ, അവർ മൊത്തത്തിൽ തകർന്ന് തരിപ്പണമായി സാർ. ഈ കൂടെ ഇരിക്കുന്ന ഷിമോൺ എന്ന് പറഞ്ഞ പയ്യനില്ലേ, അവൻ്റെ അമ്മയെ ചേർത്ത് പിടിക്കുമ്പോൾ അവൻ കരയാതിരിക്കാൻ കഷ്ടപ്പെടുന്നെങ്കിലും ഇപ്പോഴും ഉള്ളിൽ ആർത്ത് കരയുന്ന ഒരു കൂടപ്പുറപ്പാണ്. ഇതൊന്നും ഒരു സർക്കംസ്റ്റാൻസ് അല്ലേ? ഇതിന് മുകളിലാണോ ഈ പറയുന്ന ഗ്രീഷ്മയുടെ എന്തെങ്കിലും അവകാശങ്ങൾ? ശ്രീ കമാൽ പാഷ, ഇത് ഞാൻ പറഞ്ഞുതരാം. അതായത് 22 വയസ്സിലുള്ള നടത്തിയ ഒരു കൊലപാതകം, അതാണ് ഞാൻ പറഞ്ഞത്. അത് അത്രത്തോളം മെച്യൂരിറ്റി ഓഫ് മൈൻഡൊന്നുമില്ല. ഇതൊക്കെ എടുത്ത് നോക്കി, ഇത് മുഴുവൻ എടുത്ത് നോക്കി പഠിച്ചു, ഗൂഗിൾ മുഴുവൻ സെർച്ച് ചെയ്തു, ഒരു തന്നെ കൊല്ലുന്നത് എങ്ങനെയാണെന്നുള്ളതിന് റിസർച്ച് ചെയ്തൊക്കെ അത് കൊന്നു. അതെല്ലാം ശരിയാണ്, പ്രീ മെഡിറ്റേറ്റഡുമാണ് ഈ മർഡർ, അതിനും സംശയമില്ല. അതാണ് ഞാൻ പറഞ്ഞത്, അതുകൊണ്ടാണ് ഇത് മർഡർ ആയത്. അല്ലെങ്കിൽ മർഡർ ആവത്തില്ലല്ലോ, ഇത് മർഡർ തന്നെയാണ്, അതിന് സംശയമൊന്നുമില്ല. പക്ഷേ ഡെത്ത് പെനാൽറ്റി കൊടുക്കാമോ ഇല്ലയോ എന്നുള്ള, ഇപ്പോൾ ഇവരുടെ വേദന, കുടുംബത്തിൻ്റെ വേദന ശരിയാണ്. ഷാരോണിൻ്റെ ബ്രദർ, അവർക്കൊക്കെ വേദനയുണ്ട് അതിനകത്ത്, ഒരു സംശയമില്ല. അച്ഛനും അമ്മയ്ക്കും വലിയ വേദനയുണ്ട്, അതൊന്നും ഞാൻ പറയുന്നില്ല, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ നമുക്ക് എല്ലാ കേസിലും വധശിക്ഷ കൊടുക്കാൻ പറ്റുന്നതാണോ? ഇല്ല, പറ്റില്ല. പക്ഷേ ഇതൊരു കൾപ്പബിൾ ഹോമിസൈഡ് ലെവലല്ല, ഇതിനെ ശിക്ഷിക്കേണ്ട. ഇത് സാധാരണ കൊലപാതകം പോലുമല്ല. ഈ കൊലപാതകത്തിന്റെ പിന്നിൽ അല്ല ഞാൻ പറഞ്ഞു, ഇത് കൊലപാതകം എന്ന് പറഞ്ഞാൽ ഈ പെൺകുട്ടി അങ്ങേയറ്റം വിശ്വസിച്ചു.
നോക്കൂ ശ്രീ കമാൽ പാഷ, ഇവർ തമ്മിൽ തർക്കമുണ്ടായി, ബന്ധം പിരിയാം എന്നൊക്കെ ഇരുവരും ചേർന്ന് തീരുമാനിച്ചു. അതിനുശേഷം ഗ്രീഷ്മ മുൻകൈ എടുത്ത് ചാറ്റ് തുടരുന്നുണ്ട്. അതിനുശേഷം ഗ്രീഷ്മ മുൻകൈ എടുത്ത് പലയാവർത്തി പലയിടങ്ങളിൽ ഈ ഷാരോണിനെ കൊണ്ടുപോകുന്നുണ്ട്. അവർ തമ്മിലുള്ള ബന്ധം തുടരുന്നുണ്ട്. വീട്ടിലേക്ക് വിളിച്ചു വരുത്തുന്ന ഒരു സന്ദേശം വിശ്വസിക്കുന്നു ഷാരോൺ. അത് ഈ പറയുന്ന കഷായത്തിൽ വിഷം നിന്ന് കൊല്ലാനാണ് എന്ന് സ്വപ്നേബി കരുതുന്നില്ല ആ പയ്യൻ. അതിനുശേഷം വീട്ടിലേക്ക് വരുന്നു, സംഭവിക്കുന്നു. 14 ദിവസത്തെ വേദനയിൽ ഒരു ഘട്ടത്തിൽ പോലും ഷാരോൺ തള്ളിപ്പറയുന്നില്ലെന്നേ ഈ വിഷം കലർത്തിക്കുന്ന കുട്ടിയെ. മരിക്കുമെന്ന് അവസാനിക്കുന്ന അല്ലെങ്കിൽ തീരാൻ പോകുമെന്ന് എന്ന് അവൻ മനസ്സിൽ ഉറപ്പിക്കുന്ന സമയം മാത്രമാണ് മജിസ്ട്രേറ്റിനോടോ അച്ഛനോടോ ഇത്തരത്തിൽ സംഭവം ഉണ്ടായി എന്ന് പറയുന്നത്. എന്തൊരു കൊടിയ വിശ്വാസവഞ്ചനയാണ്, എന്തൊരു കൊടിയ സ്നേഹവഞ്ചനയാണ്. അപ്പോൾ അതിന് കോടതിക്ക് ഒരു സന്ദേശം കൊടുക്കണം. ചിലപ്പം ഇത് മേൽക്കോടതിയിൽ പോയാൽ അപ്പീൽ ചിലപ്പോൾ മാറിപ്പോയേക്കാം. എങ്കിൽ കോടതി അത്തരക്കാർക്ക് കൊടുക്കുന്ന ഒരു സന്ദേശം എന്ന നിലയ്ക്ക് അതിനെ സ്വാഗതം ചെയ്യണ്ടേ ശ്രീ കമാൽ പാഷ? അങ്ങനെ അത് ഞാൻ പറഞ്ഞില്ലേ, ഒരു പബ്ലിക് സെൻറ്റിമെൻസിനോ അതിനൊന്നും കോടതി ഒരു കാരണവശാലും വില കൊടുക്കാൻ പാടുള്ള കാര്യമല്ല. ഞാൻ പറഞ്ഞില്ലേ, ഇതിപ്പോൾ ഒരു റിട്രിബ്യൂഷൻ എന്ന് പറയുന്ന പ്രിൻസിപ്പിൾ കോടതിക്കല്ല വേണ്ടത്, ഈ കുടുംബത്തിനാണ്. അതായത് പ്രതികാര വാഞ്ച. ഇപ്പോൾ ഷാരോണിൻ്റെ ബ്രദർ ഇരിപ്പുണ്ട്, ഇതിനെ കൈ കിട്ടിയാൽ പൊടിച്ചു കളയണമെന്ന് അയാൾക്ക് കാണും. കാരണം അത്രത്തോളം അയാൾക്ക് വിഷമമുണ്ട് അതിനകത്ത്. സംശയമൊന്നും ഞാൻ ഒന്നും പറയുന്നില്ല. അച്ഛനും അമ്മയ്ക്കും അതേപോലുണ്ട്, പ്രശ്നമുണ്ട്, അത് ശരിയുമാണ്. പക്ഷേ കോടതി എടുക്കേണ്ട തീരുമാനം, അതായത് 2-3 കാര്യങ്ങൾ നോക്കണം. ഒന്ന്, ഇതിൻ്റെ പ്രായം. അതായത് സുപ്രീം കോടതി പറഞ്ഞേക്കുന്ന ഒരു മാനദണ്ഡം എന്ന് പറയുന്നത് ഹീ ഷുഡ് നോട്ട് ബി ടു യങ് ഓർ ടു ഓൾഡ്. അതായത് ഈ പ്രതിക്ക് ഒരുപാട് പ്രായം കുറയാനും പാടില്ല, ഒരുപാട് പ്രായം കൂടാനും പാടില്ല. എന്ന് പറഞ്ഞാൽ മധ്യവയസ്കന്മാരെ തൂക്കി കൊല്ലാൻ എളുപ്പമാണ് എന്ന് വേണം നമുക്ക് കരുതാൻ എന്ന് നമ്മൾ തമാശയായിട്ട് ഞങ്ങൾ പറയാറുണ്ട്. പക്ഷേ ഇതൊരു പാരാമീറ്ററാണ്, സുപ്രീം കോടതി പറഞ്ഞേക്കുന്ന കാര്യമാണ്. അത് നോക്കണം. ഇത് 22 ഇപ്പോൾ 24 വയസ്സല്ലേ ഉള്ളൂ. ഏതെങ്കിലും തരത്തിൽ റിമോസ് ആ കുട്ടിക്കുണ്ടായോ? ഏതെങ്കിലും തരത്തിൽ പശ്ചാത്താപത്തിന്റെ തരിമ്പ് ഉണ്ടായോ ഗ്രീഷ്മയ്ക്ക്? ഉണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല, അന്വേഷണ ഉദ്യോഗസ്ഥനോട് ഈ ഗ്രീഷ്മ പറയുന്നത് എന്താണ്? അല്ലല്ല, അത് അന്വേഷണ ഉദ്യോഗസ്ഥനോട് ഗ്രീഷ്മ പറയുന്നു എന്താണ് പറയുന്നത്? അല്ലല്ല, തെളിവെടുപ്പിന് പോകുമ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥനോട് ഗ്രീഷ്മ പറയുന്നുണ്ട്. ഗ്രീഷ്മ പറയുന്നു, എനിക്ക് പരമാവധി കിട്ടിയാൽ ജീവപര്യന്തം 14 വർഷം, എനിക്ക് പരമാവധി കിട്ടിയാൽ ജീവപര്യന്തം 14 വർഷം, ഞാൻ പുറത്തിറങ്ങുമ്പോൾ 37 വയസ്സ്, അത് കഴിഞ്ഞ് അങ്ങ് ജീവിച്ചോളാം സാറേ എന്ന് പറയുന്ന കുട്ടിക്ക് എവിടെയാണ് പശ്ചാത്താപം? അല്ല, ഞാൻ പറഞ്ഞത് അത് ഗ്രീഷ്മ തെറ്റിദ്ധരിച്ച് പറഞ്ഞതാണ്. അല്ല, എന്റെ ധാരണ അല്ല, ഗ്രീഷ്മ തെറ്റിദ്ധാരണയായിരിക്കാം. പക്ഷേ ഗ്രീഷ്മ പറയലാണ്, അത് കഴിഞ്ഞ് ഞാൻ ഇറങ്ങുമ്പോൾ 37 വയസ്സ്, 36 വയസ്സ്, അത് കഴിഞ്ഞ് ഞാൻ ജീവിച്ചോളാം സാറേ എന്ന് ഗ്രീഷ്മ പറയുന്നുവെങ്കിൽ ഇത്രയും 14 ദിവസത്തെ ഈ കൊടിയ വേദനയും ആ കൊടിയ വേദനക്കിടയിലും വാവേ എന്ന് വിളിച്ചയക്കുന്ന വാട്സാപ്പ് ചാറ്റും ഈ അമ്മയുടെ വേദനയും അച്ഛൻ്റെ വേദനയും ഷിമോന്റെ വേദനയും കണ്ട ഒരാൾക്ക് തരിമ്പിന് പശ്ചാത്താപം ഉണ്ടാവുന്നില്ലെങ്കിൽ എവിടെ നന്നാവുമെന്നാണ്? അല്ല, ഇത് പറയുന്ന ഒന്ന് കേക്ക്. ആരെടുത്താണ് ഇത് പറഞ്ഞത്? 36 വർഷം ആകുമ്പോൾ 36 വയസ്സാകുമ്പോൾ ഞാൻ ഇറങ്ങുന്നു. ഇത് തെളിവെടുപ്പിനിടെ ഒരു പോലീസ് ഉദ്യോഗസ്ഥരോട് ഗ്രീഷ്മ പറഞ്ഞ മൊഴിയൊന്നും അതൊന്നും വിലയുള്ളതല്ല. അത് മജിസ്ട്രേറ്റിന് കൊടുത്തേക്കുന്ന സ്റ്റേറ്റ്മെന്റ് ഉണ്ടെങ്കിൽ കൺഫർമേഷൻ ഉണ്ടെങ്കിൽ അല്ലാതെ ഇത് പോലീസുകാരടുത്തൊന്നും ഈ സ്റ്റേറ്റ്മെന്റ് ഒന്നും പറഞ്ഞാലൊന്നും അല്ല, ഞാൻ അതിന് തെളിവ് മൂല്യം ഉണ്ടെന്ന് മൊഴിയാണോ ഞാൻ പറയുന്നില്ല. ഗ്രീഷ്മയുടെ മനസ്സെന്താണെന്ന് ഞാൻ അങ്ങ് ചൂണ്ടിക്കാണിക്കുകയാണ്. ഗ്രീഷ്മയുടെ പശ്ചാത്താപമില്ലാത്ത ക്രൂരമായ ദയാരഹിത മനസ്സ് എങ്ങനെയാണെന്ന് ചൂണ്ടിക്കാണിയാണ് ഞങ്ങളോട്. ഇതുപോലെ നിയമപരമല്ലാത്ത കാര്യങ്ങൾ നമുക്ക് അതിനകത്ത് ഒന്നും പറയാൻ ഒക്കത്തില്ല. ഇത് ആര് പറഞ്ഞു, ഇത് ആരെടുത്ത് പറഞ്ഞു, എന്താണ് എവിഡൻസ്? അത് എവിഡൻസ് വേണ്ടേ അതിന്? ഒരാൾ പറഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലീസ് ഉദ്യോഗസ്ഥനെ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ പോലും ആ രീതി മൊഴി കൊടുക്കുന്നു ഞാൻ വിശ്വസിക്കുന്നില്ല കോടതിയിൽ. എനിക്കറിയില്ല, ഇരിക്കട്ടെ, ഞാനതൊന്നും അല്ല പറഞ്ഞേ. ഇതിനെ ശിക്ഷിക്കണം. ലൈഫ് ഇംപ്രിസൺമെന്റ് എന്ന് പറയുന്നത് ഇപ്പോൾ ലൈഫാണ്, ഫോർ ലൈഫാണ്. കോടതി വേണമെങ്കിൽ ഗവൺമെൻറ്റിന് 14 വർഷമാകുമ്പോൾ റിമിഷൻ കൊടുക്കാം എന്നുള്ള പവർ മാത്രമേ ഉള്ളൂ. അത് ഗവൺമെൻറ് പലപ്പോഴും എക്സർസൈസ് ചെയ്യത്തില്ല. ഇത് 38 വയസ്സിലൊക്കെ വെളിയിറങ്ങുന്ന ആര് പറഞ്ഞു? അതാണ് സംഭവിക്കാൻ പോകുന്നത്. ഇത് ഞാൻ ഒരു കാര്യം പറയാമെന്ന് കൂടെ പറഞ്ഞിട്ട് ഞാൻ നിർത്തിയേക്കാം. അല്ല, ഹാഷ്മി ഇത് കേട്ടോളൂ. അതായത് ഹാഷ്മി പറഞ്ഞില്ലേ, ഞാൻ ഒരുപാട് മർഡർ കേസ് നടത്തിയ ഒരു പ്രതി, അതിപ്പോൾ അയാളുടെ പേര് കാളമുരുകൻ എന്നാണ്. തിരുവനന്തപുരത്ത് ഒരു പോലീസുകാരനെ കുത്തിക്കൊന്നു റോഡിൽ പരസ്യമായിട്ട് ഒരാൾ കൊള്ളയടിച്ചുകൊണ്ട് നിന്നപ്പോൾ പിടിച്ചതാണ്. ആ പോലീസുകാരൻ പോയി പിടിച്ചു, പോലീസിനെ കുത്തിക്കൊന്നു. ആ കേസിനകത്ത് ഞാൻ കാളമുരുകന് വധശിക്ഷ കൊടുത്തതാണ്. ഇത് കഴിഞ്ഞ് അയാൾ ജയിലിൽ കിടന്നു. ആ ജയിലിൽ കിടന്നതിന് ശേഷം ഞാൻ അയാൾ വർഷങ്ങളായിട്ട് ഞാൻ പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ പോയപ്പോൾ അവിടെ കണ്ടു അയാളെ. എൻ്റെ അടുത്ത് ഓടി വന്നു. അപ്പോൾ പോലീസുകാരൊക്കെ വന്ന് എന്നെ വളഞ്ഞു. ഇയാൾ എന്നെ വല്ലതും നോക്കുമ്പോൾ എന്ത് സന്തോഷമായിട്ട് ആണ്. ഞാൻ ചോദിച്ചു മുരുകൻ്റെ അടുത്ത്, മുരുകന് എൻ്റെ അടുത്ത് വിരോധമൊന്നുമില്ല. എനിക്കെന്തോ സാർ വിരോധം? ഞാൻ കുറ്റം ചെയ്ത് സാർ എന്നെ ശിക്ഷിച്ചു എന്ന് പറഞ്ഞ പ്രതിയാണ് അയാൾ. നന്നായി, വളരെ
അതേപോലെ തന്നെ വെളിച്ചപ്പാട് കൊലക്കേസിൽ ഞാൻ വധശിക്ഷ കൊടുത്ത ഒരു പ്രതിയുണ്ട് ഇപ്പോഴും. അയാൾ ആ ജയിലിൽ നിന്ന് എനിക്ക് ലെറ്റർ അയക്കാറുണ്ട്. അതേപോലെ തന്നെ അയാളുടെ ബ്രദർ വഴി എനിക്ക് അയാൾ എഴുതിയ പുസ്തകങ്ങളൊക്കെ കൊടുത്തയച്ചു. ഇതൊക്കെ ചെയ്ത് അയാൾ നന്നായിട്ടുണ്ട്, നല്ല രീതിയിൽ മെച്ചപ്പെട്ടിട്ടുണ്ട്. അവനൊക്കെ മെച്ചപ്പെടാം. അയാളൊക്കെ ഒരു 7-8 കൊലക്കേസിലെ പ്രതിയാണ്. എന്ന് അയാൾക്കൊക്കെ മെച്ചപ്പെടാമെങ്കിലാണോ ഈ പെൺകുട്ടിക്ക് ഒരു 10, 30, 40 വയസ്സൊക്കെ ആകുമ്പോഴത്തേക്ക് അതങ്ങ് ഒതുങ്ങി ശരിയാവത്തില്ലേ? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അതായത് ഒരാളെ കറക്റ്റ് ചെയ്യപ്പെടാൻ അങ്ങനെയുള്ള കേസിൽ ഷിമോണെ മറുപടി കൊടുക്കാവോ? അല്ല, അതെനിക്ക് മനസ്സിലാവുന്നില്ല സാർ, അത് എങ്ങനെയാണ് അത് പറയുന്നതെന്ന്. കാരണം ഒരു നന്നാവാനുള്ളൊരു അവസരം കൊടുക്കണം എന്നാണ് സാറ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ നഷ്ടപ്പെട്ട ഒരു ജീവൻ്റെ ഒരിതിന് സാറിന് എന്ത് മറുപടിയാണ് തരാനുള്ളതെന്ന് എനിക്ക് മനസ്സിലായില്ല. അതുകൂടാതെ കുറച്ച് നേരത്തെ പറഞ്ഞിരുന്നു സാറ് ടു യങ് ഓർ ടു ഓൾഡ്, അത് ഏത് ഏജ് കാറ്റഗറി ആണെന്ന് മെൻഷൻ ചെയ്ത് സാറിന് പറയാൻ പറ്റുമോ? അതായത് ഇന്ന ഏജാണ് ടു യങ് അല്ലെങ്കിൽ ഇന്ന ഏജാണ് ടു ഓൾഡ് എന്നുള്ള കാര്യം ഒന്ന് മെൻഷൻ ചെയ്ത് അതുകൂടെ ഒന്ന് പറയണം, വ്യക്തമാക്കി തരണം സാറ്. അത് കൂടാതെ സാറ് കുറച്ച് നേരത്തെ പറഞ്ഞു എന്താണ് ഒന്നും ചെയ്യാൻ പറ്റാത്ത സാഹചര്യത്തിൽ ഒന്ന് കളഞ്ഞതാണെന്ന്. അപ്പൊ സാർ അത് ജസ്റ്റിഫൈ ചെയ്യുകയല്ലേ ചെയ്തത്? 20 വയസ്സിന് താഴെ ആയിരിക്കണം. അപ്പൊ ഇതൊരു 22 വയസ്സായ ഒരു പെണ്ണ് ചെയ്തതല്ലേ? അപ്പൊ സാറിന് അതിനെ എങ്ങനെ ന്യായീകരിക്കാൻ പറ്റും? ഒരു ടു യങ് ഓർ ടു ഓൾഡ് എന്ന് പറഞ്ഞിട്ട് എങ്ങനെ ആ ഒരു പാരാമീറ്ററിൽ ന്യായീകരിക്കാൻ പറ്റും? അത് മാത്രമല്ല, കോടതി വിധി വന്നത് എല്ലാ പാരാമീറ്റേഴ്സും നോക്കിയിട്ട് കോടതിയാണത് വിധി വന്നത്. എനിക്ക് തോന്നുന്നില്ല സാറ് ജഡ്ജ്മെന്റിൽ വായിച്ചിട്ടുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അല്ലെങ്കിൽ ആൾക്കാർ പറഞ്ഞു കേട്ടിട്ടുള്ള അറിവ് മാത്രമേ സാറിന് ഉള്ളൂ എന്നാണ് എൻ്റെ വിശ്വാസം. അല്ലെങ്കിൽ സാർ ഇങ്ങനെ സംസാരിക്കത്തില്ല എന്നാണ് എൻ്റെ വിശ്വാസം. 588 പേജുള്ള ജഡ്ജ്മെന്റ് ആണ്. ഒരു വർഷത്തെ മൊത്തത്തിൽ സാർ ജഡ്ജ്മെന്റിൽ വായിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഉണ്ടാവില്ല, ചിലപ്പോൾ ഈ 588 പേജാണ്, അത് വായിച്ചു തീർക്കാനുള്ള സമയം ആയിട്ടുണ്ടാവില്ല. പക്ഷേ കമാൽ പാഷ എന്തായാലും ചെയ്തത് കൊടും ക്രൂരതയാണ്. തീർച്ചയായിട്ടും വായിച്ചിട്ടുണ്ടാവും എന്ന് മാത്രമല്ല ഒന്നും മനസ്സിലായത്. കാരണം ഇങ്ങനെ ഒരു അഭിപ്രായം ഇത്രയും ഒരു റെപ്യൂട്ടഡ് ആയിട്ടിരുന്ന ഒരു മനുഷ്യന്റെ ഭാഗത്തുനിന്ന് ഇങ്ങനെ ഒരു അഭിപ്രായം വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ആൾക്കാർ പറഞ്ഞു കേട്ടിട്ടുള്ള അറിവ് മാത്രമേ സാറിനുള്ളൂ എന്നാണ് എനിക്ക് മനസ്സിലായത്. ഓക്കെ, താങ്ക് യു ശ്രീ കമാൽ പാഷ. ശ്രീ അഡ്വക്കേറ്റ് VS വിനീത് കുമാർ, ഈ പറയുന്ന ചർച്ചകളൊന്നും നിങ്ങളെ ഏതെങ്കിലും തരത്തിൽ ബാധിക്കേണ്ടതല്ല. വധശിക്ഷയാണോ, ഡബിൾ ലൈഫാണോ അതോ 10 വർഷമാണോ എന്ന ചർച്ചകൾ നിങ്ങളെ ബാധിക്കേണ്ടതല്ല. നിങ്ങളിൽ നിക്ഷിപ്തമായ ഉത്തരവാദിത്വം അത് മരിച്ചുപോയൊരു മനുഷ്യന് നീതി വാങ്ങിക്കൊടുക്കുക എന്നുള്ളതാണ്. അതിൻ്റെ പരമാവധി എക്സ്റ്റൻറ്റിലേക്ക് നിങ്ങൾ പോയി. ആ ദിവസം നിങ്ങളുടെ ആ ലക്ഷ്യം 100% സാർത്ഥകമായ ദിവസമാണ്. ഇന്ന് രാത്രി നിങ്ങൾക്ക് ആശ്വസിക്കാവുന്ന രാത്രിയാണ് ശ്രീ വിനീത് കുമാർ. ആശ്വസിക്കാം എന്നുള്ളത്, എനിക്ക് ആ കുടുംബത്തിന് ഒരു നീതി വാങ്ങി നൽകാനായിട്ട് ഒരു ഇൻസ്ട്രുമെൻ്റൽ ആകാൻ കഴിഞ്ഞു എന്നുള്ളതിൻ്റെ ഒരു സംതൃപ്തി മാത്രമേ എനിക്കുള്ളൂ. യഥാർത്ഥത്തിൽ ഒരു പെൺകുട്ടി, നമ്മുടെ സമൂഹത്തിലെ തന്നെ ഒരു ഭാഗമായിട്ടുള്ള ഒരു പെൺകുട്ടി ഇത്ര ക്രൂരമായിട്ടുള്ള ഒരു കൊലപാതകം ചെയ്തിട്ട് വധശിക്ഷ ഏറ്റി വാങ്ങേണ്ടി വരുന്ന ഒരു അവസ്ഥ നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്നു എന്നുള്ളതിൻ്റെ ഉത്തമ ദൃഷ്ടാന്തം കൂടി ആണ് ഈ ഗ്രീഷ്മയ്ക്ക് ഇന്ന് കിട്ടിയ വിധി. അതിനകത്ത് തീർച്ചയായിട്ടും വളരെയധികം പേടിപ്പെടുത്തുന്ന ഒരു അവസ്ഥയാണ് ഇതിനകത്തുള്ളത്. പിന്നെ എന്നോട് ചോദിച്ചതിനകത്ത് ആ ചോദ്യത്തിനകത്ത് ഞാൻ ഉത്തരം വരുന്നതിന് മുമ്പ് ഒരു 2 വാക്കും കൂടെ എനിക്ക് പറയാനായിട്ട് ഒരു ആഗ്രഹമുണ്ട്. അതായത് കമാൽ പാഷ സാർ ഇവിടെ പറഞ്ഞതിനകത്തൊരു മറുപടി ആയിട്ടല്ല, പക്ഷേ ഒരു അഭിപ്രായം എനിക്ക് പറയാനുണ്ട്. 1992 മുതൽ ഞാൻ തിരുവനന്തപുരത്ത് പ്രാക്ടീസ് ചെയ്യുന്ന ഒരു അഡ്വക്കേറ്റാണ്. ശാസ്തമംഗലം ഗോപാലകൃഷ്ണൻ നായർ എന്ന് പറയുന്ന കേരളത്തിലെ വളരെ പ്രമുഖനായിട്ടുള്ള ഒരു അഭിഭാഷകൻ, ക്രിമിനൽ അഭിഭാഷകൻ്റെ ജൂനിയറായിട്ടാണ് എൻ്റെ പ്രാക്ടീസ് തുടങ്ങുന്നത്. ഈ കമാൽ പാഷ സാറിൻ്റെ മുന്നിൽ ഞാൻ അദ്ദേഹത്തിൻ്റെ ജൂനിയറായിട്ട് നിരവധി കേസുകൾ നടത്താനും എനിക്ക് പോയിട്ടുണ്ട്. ഇന്ന് നിയമചരിത്രം, അതായത് ഈ വധശിക്ഷയുടെ ഒരു ചരിത്രം മാത്രം എടുത്ത് പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഒരു ഒറ്റ ജഡ്ജ്, ഏറ്റവും കൂടുതൽ വധശിക്ഷ കൊടുത്തിട്ടുള്ള ജഡ്ജ് ആര് എന്ന് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് കമാൽ പാഷ എന്ന പേരായിരിക്കും അതിനകത്ത് വരിക, അല്ലാതെ വേറെ ആരുമല്ല. ഇപ്പോൾ സാർ ഇവിടെ പറഞ്ഞ ഈ കാളമുരുകൻ ഒരു പോലീസുകാരനെ കുത്തി കൊലപ്പെടുത്തിയ ഓവർ ബ്രിഡ്ജിനടുത്ത് വെച്ച് ആ വിധി പറയുമ്പോൾ ഞാൻ ആ കോടതിയിലുണ്ട്. പിന്നെ വേറെ നിരവധി കേസുകൾ. പിന്നെ തിരുവനന്തപുരത്ത് മാത്രം ഏറ്റവും കൂടുതൽ വധശിക്ഷ കൊടുത്ത ജഡ്ജ് കമാൽ പാഷ സാറായിരുന്നു. പിന്നെ അതിന് ശേഷവും നമുക്ക് പരിശോധിക്കുമ്പോൾ അന്ന് ഇത് എല്ലാം ജസ്റ്റിഫൈഡ് ആയിരുന്നു. ചില ഗുണ്ടകൾ തമ്മിൽ ഏറ്റുമുട്ടി ഏറുപടക്കം എടുത്തെറിഞ്ഞ് ഒരാൾ മരിച്ചതിൻ്റെ
കേസുമായി ബന്ധപ്പെട്ടിട്ട് പോലും ഉള്ള കമാൽ പാഷ സാർ ട്രിവാൻഡ്രത്ത് ഇരിക്കുമ്പോഴാണ് ഇതിനകത്ത് വധശിക്ഷ ഉണ്ടായത്. അതായത് ഒരു കാരണവശാലും അങ്ങനെയൊക്കെ ആണെങ്കിൽ അത് റെയറസ്റ്റ് ഓഫ് ദ റെയർ കേസിൻ്റെ കാറ്റഗറിയിലേ വരാൻ പാടില്ലായിരുന്നു എന്നുള്ളതാണ്. ഗോവിന്ദച്ചാമിയുടെ കേസും ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ സഞ്ജയ് റോയുടെ കേസും തമ്മിൽ വെച്ച് പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ സഞ്ജയ് റോയുടെ കേസിനകത്ത് അത് വധശിക്ഷ കൊടുക്കാതെ വെറും ഒരു ജീവപര്യന്തം മാത്രമേ കൊടുത്തുള്ളൂ എന്നുള്ള ഒരു വലിയ ഒരു ആരോപണമല്ല ഒരു ചർച്ച വരുന്നുണ്ട്. പക്ഷേ എന്തുകൊണ്ട് ഗോവിന്ദച്ചാമിയുടെ കേസ് ഏറ്റവും കൂടുതൽ ഡീപ്പായിട്ട് പഠിച്ച് മനസ്സിലാക്കിയിട്ട് ഹൈക്കോടതിയിൽ ഇരിക്കുമ്പോൾ ആണ് ഈ കേസ് അവിടെ എത്തുന്നത്. അത് ഏറ്റവും കൂടുതൽ നന്നായിട്ട് അറിയാവുന്നതും കമാൽ പാഷ സാറായിരുന്നു. ജസ്റ്റിസ് കമാൽ പാഷ എന്ന് പറഞ്ഞാൽ വളരെ കൃത്യമായിട്ട് നോക്കിയിട്ട് ചെയ്യുന്നതാണ് അപ്പോൾ എന്ന് ഉള്ള ഒരു ധാരണയാണ്. പക്ഷേ അത് വെറും ഒരു ആപേക്ഷികം മാത്രമാണ് എന്നുള്ളത് എനിക്കിപ്പോൾ അത് അങ്ങ് ഉൾക്കൊള്ളാനായിട്ട് കഴിയുന്നില്ല. കാരണം ആ കേസുകളെല്ലാം ഞാനന്ന് കാളമുരുകന് വധശിക്ഷ കൊടുത്തത് അവന് റിഫർമേറ്റീവ് തിയറിയിൽ അദ്ദേഹം വിശ്വസിച്ചിരുന്നു എന്നുണ്ടെങ്കിൽ ഒരിക്കലും അത് അന്ന് കൊടുക്കാൻ പാടില്ലായിരുന്നു. അല്ലെങ്കിൽ തിരുവനന്തപുരം ജില്ലയിലുണ്ടായ ഒരുപാട് മർഡർ കേസുകളിൽ അദ്ദേഹം വധശിക്ഷ കൊടുത്തത് അല്ലെങ്കിൽ മറ്റ് സ്ഥലങ്ങളിൽ ഇരിക്കുമ്പോഴും അത് കൊടുത്തത് എല്ലാവരും റിഫർമേഷനിൽ വിശ്വസിക്കുകയായിരുന്നു. റിട്രിബ്യൂട്ടീവ് ഫാക്ടേഴ്സ് ഒരു കാരണവശാലും അദ്ദേഹത്തിന് സ്വാധീനിക്കാൻ പാടില്ലായിരുന്നു അങ്ങനെയാണെങ്കിൽ. പക്ഷേ അപ്പോൾ ഇവിടെ ഓരോ കേസിനും ആപേക്ഷികമായിട്ട് അദ്ദേഹത്തിന് വരുന്നത് ഒരു ഓപ്പർച്യൂണിസമാണെന്ന് പറയേണ്ടി വരും. അത് ഒരു കാരണവശാലും എനിക്ക് അംഗീകരിക്കാൻ കഴിയില്ല. അത് പോട്ടെ, ഞാൻ ഇവിടെ ഒരല്പം വൈകാരികമായി പോയത് ജസ്റ്റിസ് കമാൽ പാഷയെ പോലുള്ള ഒരു ഉന്നത സ്ഥാനത്തിൽ ഇരുന്നിട്ട് റിട്ടയർ ചെയ്തിട്ട് വന്നിട്ട് മനുഷ്യൻ്റെ വികാരത്തിനും അല്ലെങ്കിൽ റെയറസ്റ്റ് ഓഫ് ദ റെയർ കേസ് എന്താണ് അത് ഏതൊക്കെ തമ്മിലുള്ള ഒരു അഗ്രവേറ്റിംഗ് സർക്കംസ്റ്റാൻസസ് മിറ്റിഗേറ്റിംഗ് സർക്കംസ്റ്റാൻസസ് തമ്മിലുള്ള സ്ട്രൈക്ക് ബാലൻസ് ചെയ്ത ഒരു നീതിന്യായ വ്യവസ്ഥയിലെ മാജിസ്ട്രേറ്റായിട്ട് സർവീസിൽ കയറിയിട്ട് സെഷൻസ് ജഡ്ജ് വരെ ആയ ഒരു ജഡ്ജിൻ്റെ ഒരു ജഡ്ജ്മെൻറ്റിനെയാണ് നിസാരവൽക്കരിച്ച് ഇവിടെ സംസാരിച്ചത് എന്ന് കേട്ടപ്പോൾ ഉണ്ടായ വിഷമം കൊണ്ട് ഞാൻ പറഞ്ഞു പോയതാണ്. പക്ഷേ ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് വരാം. തീർച്ചയായിട്ടും ഹാഷ്മി ചോദിച്ചതുപോലെ തികച്ചും ഒരു നല്ല രീതിയിൽ ഈ സാഹചര്യ തെളിവുകളെ മാത്രം അടിസ്ഥാനപ്പെടുത്തി ഉണ്ടായിരുന്ന ഈ കേസിന് അങ്ങേയറ്റത്തെ കോടതിക്ക് വിശ്വസനീയമായ രീതിയിൽ ഒരു പ്രോസിക്യൂട്ടർ എന്ന നിലയിൽ പോലീസ് ശേഖരിച്ച് തന്ന തെളിവുകൾ അത് നിരത്തി ഒരു നല്ല രീതിയിൽ എനിക്ക് പ്രോസിക്യൂട്ട് ചെയ്യാൻ കഴിഞ്ഞുവെന്നും അത് ഒരു റെയറസ്റ്റ് ഓഫ് ദ റെയർ കേസിലേക്ക് വരുന്നതാണെന്നും കോടതിയെ ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞു. അതിലൂടെ സ്നേഹമെന്ന പരിഭാവനമായ ആ ഒരു കാൽപ്പനിക സങ്കല്പത്തെ കൊലയ്ക്ക് കൊടുത്തുകൊണ്ട് ഒരു ജീവനെ എടുത്ത ഈ ഗ്രീഷ്മയ്ക്ക് തീർച്ചയായിട്ടും അർഹമായിട്ടുള്ളൊരു ശിക്ഷ ഉറപ്പുവരുത്തി എന്നുള്ളതിന് തീർച്ചയായിട്ടും എനിക്ക് സംതൃപ്തിയുണ്ട്. ഓക്കെ, ഞാൻ കെ ജോൺസിലേക്ക് സാർ ഞെത്താമേ. ശ്രീ കമാൽ പാഷ, വിനീത് കുമാറിനുണ്ടാകുന്ന വൈകാരികത ഞാൻ മനസ്സിലാക്കുന്നു. കാര്യം അത്രത്തോളം എഫർട്ട് ഇട്ടാണ്, അത്രത്തോളം ഈ ക്രൂരതയുടെ വഴികൾ കൂടി ആ കുടുംബത്തിൻ്റെ വേദനയ്ക്കൊപ്പം നടന്ന ഒരു ജുഡീഷ്യൽ ഉദ്യോഗസ്ഥനാണ്. ആ വികാരം മുഖവിലക്കെടുക്കുന്നുണ്ടോ? താങ്കളുടെ ടെനുവറിൽ ഇപ്പോൾ ഞാൻ പറഞ്ഞ ഗോവിന്ദച്ചാമി ഇതുപോലെ പബ്ലിക് ഔട്ട്ക്രൈ ഉണ്ടായതാണ്, ആ പബ്ലിക് ഔട്ട്ക്രൈക്ക് വഴങ്ങിയതാണ് എന്ന് ആരെങ്കിലും ആരോപിച്ചാൽ അത് തെറ്റ് എന്നല്ലേ നമുക്ക് പറയാൻ കഴിയൂ. അതേപോലെ കണ്ടുകൂടാ. പബ്ലിക് ഔട്ട്ക്രൈ ഒന്നുമല്ല അത് പബ്ലിക് ഔട്ട്ക്രൈ ഒന്നുമല്ല. അത് മാത്രമല്ല, ഗോവിന്ദച്ചാമിയുടെ പ്രായം അത് നോക്കണം. അത് അയാൾ കമ്മിറ്റ് ചെയ്തേക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കുട്ടിയെ ശാരീരികമായിട്ട് ഉപദ്രവിച്ചു. അത് കഴിഞ്ഞിട്ട് അതിനെ ട്രെയിനിൽ നിന്ന് തള്ളിയിട്ട് കൊന്നത് മാത്രമല്ല, അത് മരണവേദന കിടന്ന് പിടയ്ക്കുമ്പോൾ അതിന് പോയി ബലാത്സംഗം ചെയ്തു. ഇവന് പിന്നെന്താ കൊടുക്കേണ്ടത്? അങ്ങനെയുള്ള കേസാണോ ഇത്? ഇത് ഞാൻ നിസ്സാരവൽക്കരിച്ചതല്ല ഈ സംഭവം. ഇത് കാൽക്കുലേറ്റ് ചെയ്ത് നടത്തിയ മർഡർ തന്നെയാണ്. അത് ഞാൻ പറഞ്ഞില്ലേ, പബ്ലിക് പ്രോസിക്യൂട്ടർ എനിക്കറിയാവുന്ന ആൾ തന്നെയാണ്, പുതിയ ആളൊന്നുമല്ല. പക്ഷേ അത് നല്ലതായിട്ട് നടത്തി. നിങ്ങൾ പ്രോസിക്യൂഷൻ നന്നായിട്ട് നടത്തി, നല്ലതായിട്ട് ചെയ്യുകയും ചെയ്തു. ഞാൻ പറഞ്ഞത് ഇത് റെയറസ്റ്റ് എമംഗ് റെയറിനകത്തെ കാറ്റഗറിയിൽ വരുമോ ഇല്ലയോ എന്നുള്ള ക്വസ്റ്റ്യൻ മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. അതല്ലാതെ ഇതിനെ ഞാൻ ന്യായീകരിക്കുകയോ ഇത് നല്ലതാണ് അതിന് താമ്രപത്രം കൊടുക്കണമെന്നൊന്നും ഞാൻ പറഞ്ഞില്ല. അതിന് നല്ല ശിക്ഷ കൊടുക്കണം, ജയിൽ ശിക്ഷ. അത് നല്ലതായിട്ട് അവിടെ കിടക്കണം. കിടന്ന് ചിലപ്പോൾ നന്നാവെങ്കിൽ നന്നായി പോട്ടെ. ഈ പ്രായം ഇതല്ല ഉള്ളൂ, അതേ ഞാൻ പറഞ്ഞോളൂ. അല്ലാതെ ഞാൻ പിന്നെ ഇതിനകത്ത് വീട്ടുകാർക്ക് എന്തോ നന്നായിരിക്കുകയാണ് ഇപ്പോൾ, വളരെ നന്നായി കിടക്കുകയാണ്. അതെ, അത് ഒപ്പീനിയൻ പറയുന്നില്ല. കാരണം ഞാൻ ഡിസൈഡ് ചെയ്തൊരു കേസായതുകൊണ്ട് എനിക്ക് അതിനെക്കുറിച്ചൊന്നും വേറെ പറയാൻ പാടില്ല. പക്ഷേ ഇത് ഞാൻ പറഞ്ഞത് ആ കേസിൻ്റെ ഒന്നും ഫാക്ട്സുമായിട്ടൊന്നും ഇത് വരത്തില്ല, താരതമ്യം ചെയ്യാൻ ഒക്കത്തില്ല. ഇത് ഞാൻ പറഞ്ഞില്ലേ, ഇതിന് നന്നാവാൻ ഒരു സാഹചര്യവും ഇല്ല. പിന്നെ ഇത് ഇറങ്ങി നടന്നാൽ വേറെ ആളുകളെ എല്ലാം കൊല്ലും എന്ന് പറയുന്നതിലൊക്കെ അർത്ഥമുണ്ടോ? എനിക്കറിയത്തില്ല. ഇത് വേറെ എന്തെങ്കിലും ക്രൈം ചെയ്തിട്ടുണ്ടെന്ന്. ഇയാളെ മാത്രമേ ഇത് കൊല്ലാൻ പോയിട്ടുള്ളൂ. ഞാൻ കേട്ടിട്ടില്ല. ജീവിതത്തിൽ എന്തെങ്കിലും ഒരു നേരിയ പ്രതിസന്ധി മുന്നിൽ വന്ന് നിന്നാൽ അതിനെ വെട്ടിമാറ്റും സാർ.
ആ മനോഗതിയാണ്. ഒറ്റയ്ക്കൊരാളെ ഇത്രത്തോളം ആലോചിച്ചുറപ്പിച്ച് ഗവേഷണം നടത്തി വീട്ടിലേക്ക് വിരിച്ചു വരുത്തി വിഷം കൊടുത്ത് കൊല്ലുന്ന ഒരു ക്രൂര ചിന്താഗതിക്കാരി ഇനി വരുന്ന ജീവിതത്തിൽ നേരിയ പ്രതിസന്ധി ആരെങ്കിലും മുന്നിൽ വന്ന് നിന്നാൽ അടുത്ത ഗവേഷണം നടത്തും, അടുത്ത വിഷയത്തെപ്പറ്റി അല്ലെങ്കിൽ നൂതനമായ രീതിയെപ്പറ്റി. ഇല്ലെന്ന് പറയാൻ എന്തെങ്കിലും നമുക്ക് പറ്റുമോ? കാശ്മീർ, അതെ, ഞാൻ പറഞ്ഞ ഇത്രയേ ഉള്ളൂ. അതായത് ഈ പ്രായമൊക്കെ അല്ലേ നമ്മളത് ആ രീതിയിലെ ഒരു പെൺകുട്ടിയെ അങ്ങനെ കാണേണ്ട കാര്യമുണ്ടോ? നമ്മളതിനെ യഥാർത്ഥത്തിൽ പിച്ച് കീറുകയാണോ വേണ്ടത്? ഷാരോണും ആ പ്രായമാണ്. അതെല്ലാം ഞാൻ പറഞ്ഞുള്ളൂ. ഷാരോൺ എന്ന് പറയുന്ന യുവാവിനും അതേ പ്രായമാണ്. അല്ലാതെ ലൈഫ് കൊടുക്കേണ്ടത് ഞാൻ പറഞ്ഞില്ലല്ലേ. അല്ല, ഷാരോൺ എന്ന് പറയുന്ന ആ പയ്യനും ആ യുവാവിനും അതേ പ്രായമാണ്. ഒരുപാട് ജീവിത സ്വപ്നങ്ങൾ ഉണ്ടായിരുന്ന ആളാണ്. ഒരു വീടിന്റെ അത്താണിയാവേണ്ടവനാണ്. ഞാൻ പറയട്ടെ, പ്രായം അവനും ബാധകമല്ല. 18 വയസ്സിന് താഴെയുള്ളവരെല്ലാം ചൈൽഡാണ് അല്ലേ? 18 ഇയേഴ്സ്, പേഴ്സൺ ബിലോ ദ ഏജ് ഓഫ് 18 എന്ന് പറയുന്നത് ചൈൽഡാണ്. ഈ 18 വയസ്സ് കഴിഞ്ഞ് 4ാമത്തെ വർഷമല്ലേ ഇത് ഇങ്ങനെ കൊന്നേക്കുന്നത്. ഇത് ആള് മോശക്കാരിയൊന്നുമല്ല, കാരണം ഇത് മഹാവൃത്തിയുടെ ഇതുപോലെ നോക്കി പഠിച്ച് ചെയ്തതാണ്. അതെല്ലാം ഞാൻ സമ്മതിക്കുന്നു, അതെല്ലാം ഉണ്ട്. പക്ഷേ അതിന് നന്നാവാനൊരു അവസരം, അതിന് ഒരു റെഫർമേഷനുള്ള ഒരവസരം ഉണ്ടോ ഇല്ലയോ എന്ന് കോടതി നോക്കേണ്ടതാണ്. അത് ഒരിക്കലും പറ്റത്തില്ല എന്ന് നമുക്ക് ബോധ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഇത് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അതിൽ കാണാനില്ലല്ലോ. ശരി, ഞാൻ അങ്ങേ പെട്ടെന്ന് വിടാം എന്ന് പറഞ്ഞതാണ്. താങ്ക് യു സർ, താങ്ക് യു. എന്തായാലും ചെയ്തത് അങ്ങേയറ്റ ക്രൂരത എന്ന് പറഞ്ഞാൽ ഒരാളെ കൊന്നുകളയാൻ മാത്രമല്ല, ആ കൊല്ലൽ എത്രത്തോളം ഹീനമായി, എത്രത്തോളം നീചമായി, എത്രത്തോളം പരമാവധി വേദന അനുഭവിച്ച് കൊല്ലണം എന്നാലോചിച്ചുറപ്പിച്ചൊരു കൊലപാതകമാണ്. അതിന് ഏതെങ്കിലും തരത്തിൽ അതിൻ്റെ റിഫോർമേഷൻ ഉണ്ടാകുമോ എന്നുള്ളത് നമുക്കറിയില്ല. ഞാൻ അങ്ങനെ എത്താം. ശ്രീ കെ ജെ ജോൺസൺ, ഇവിടെ താങ്കളുടെ അന്വേഷണ മികവ്, ദൃക്സാക്ഷികളില്ലാത്ത കേസാണ്, ഒരുപാട് പരിമിതികൾ അവിടെ ഉണ്ടായിരുന്നു, ഒരുപാട് പഴുതുകൾ അതിലുണ്ടാകാമായിരുന്നു, അതിൽ കൂടി രക്ഷപ്പെട്ടു പോകാമായിരുന്നു. പക്ഷേ നിങ്ങൾ അക്ഷീണം പ്രയത്നിച്ചു. അതിനിടയിൽ അങ്ങേക്കും മറ്റു ചില ഉദ്യോഗസ്ഥർക്ക് ഉണ്ടായ പ്രയാസങ്ങൾ എനിക്ക് വ്യക്തിപരമായി അറിയാം. പക്ഷേ അങ്ങ് യൂണിഫോമിൽ അങ്ങ് പറയേണ്ടതില്ല, പറയുകയുമില്ല. ഈ രാത്രി അങ്ങക്ക് ഒരു സംതൃപ്തിയുടെ രാത്രിയാണോ ശ്രീ കെ ജെ ജോൺസൺ? തീർച്ചയായും ഒരു സംതൃപ്തിയുള്ള രാത്രിയാണ്. അതായത് ഈ കേസ് എൻ്റെ അന്വേഷണ ചുമതലയിൽ വന്നപ്പോൾ മുതൽ അതിനു വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളും ഒരു ഇൻവെസ്റ്റിഗേഷൻ ടീം എന്ന നിലയ്ക്ക് ഉള്ള പോലീസുകാരടക്കമുള്ള വനിതാ പോലീസ് അടക്കമുള്ള ആളുകളും അതിന് നേതൃത്വം നൽകിയ നിർദ്ദേശങ്ങൾ നൽകിയ ശില്പ മാഡത്തിനും മറ്റും ആദ്യം നന്ദി പറയേണ്ടതാണ്. അതുകൂടാതെ തന്നെ ഈ കേസ് ഒരിക്കലും ആദ്യഘട്ടത്തിൽ അന്വേഷണം ആരംഭിച്ചപ്പോൾ ഇതിന് യാതൊരുവിധ തെളിവുമില്ല, ഇത് തെളിവ് കണ്ടെത്താൻ വിഷമമാണ്, കോടതിയിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ ഇത് കേസ് പരാജയപ്പെടുമെന്ന് ഉള്ള ചില പരാമർശങ്ങളും മറ്റും വന്ന സമയത്താണ് നമ്മൾ ഈ കേസിൻ്റെ അന്വേഷണം ആരംഭിക്കുന്നത് തന്നെ. പക്ഷേ വളരെ കൃത്യമായിട്ട് എവിടെയൊക്കെ ഇതുമായിട്ട് ബന്ധപ്പെട്ട ചെറിയ തെളിവുകൾ അവശേഷിക്കുന്നുണ്ടോ അതെല്ലാം തന്നെ നമ്മളത് കളക്ട് ചെയ്യുകയും ഇതുമായിട്ട് കോർത്തിണക്കുകയും മറ്റ് സാക്ഷികളെയൊക്കെ തന്നെ കണ്ട് വളരെ അവരോട് ചോദിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കുകയും എല്ലാം ചെയ്ത് ഈ ട്രയൽ തീരുന്നത് വരെ അതിൻ്റെ പുറകെ നിന്ന ഇൻവെസ്റ്റിഗേഷൻ ടീമും അതുപോലെ തന്നെ അത് വളരെ ഫലപ്രദമായും സമർത്ഥമായിട്ടും കോടതിയുടെ മുമ്പിലെത്തിച്ച് സമർത്ഥിക്കുകയും ചെയ്ത പബ്ലിക് പ്രോസിക്യൂട്ടർ ശ്രീ വിനീത് സാറും ഇതിൻ്റെ ഈ വിധിയിൽ പങ്കാളികളാണ്. നമ്മൾ അറിയാം, ഈ കേസ് എന്ന് പറയുന്നത് പിന്നെ ഞാൻ പറയുന്നത് കുറ്റകരമായ നരഹത്യക്ക് വേണ്ടുന്ന എല്ലാ ഉള്ളടക്കവും ചേർന്ന ഒരു ലക്ഷണമൊത്ത കൊലപാതകമാണ് ഈ ഷാരോണിൻ്റെ കൊലപാതക കേസ്. അപ്പോൾ അതിൽ ഇവരുടെ കുടുംബത്തെയൊക്കെ ഞാൻ പല പ്രാവശ്യം മൊഴിയെടുക്കാൻ വേണ്ടിയിട്ട് അവിടെ ചെന്നിട്ടുള്ളതാണ്. ഈ ഷാരോൺ മരിച്ച അവസ്ഥയിൽ വളരെ ആരോഗ്യവാനായിരുന്ന, അതുപോലെ അമ്മ അവിടെ ഒരു സ്വകാര്യ ചിട്ടിക്കമ്പനി ജോലി ചെയ്തിരുന്ന, വലിയ ആരോഗ്യ പ്രശ്നങ്ങളോ മറ്റു പ്രശ്നങ്ങളോ ഒന്നുമില്ലാതിരുന്ന അവരെ പിന്നീട് ഞാൻ കാണുന്നത് അതിനിടയ്ക്ക് 2-3 പ്രാവശ്യം കണ്ടിരുന്നുവെങ്കിലും പിന്നെ ഞാൻ കാണുന്നത് 2-3 വർഷത്തിന് ശേഷം ഈ ട്രയൽ ആരംഭിച്ചപ്പോൾ വീണ്ടും സംഭവ സ്ഥലങ്ങൾ ഒന്നുകൂടി വെരിഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പോയ സമയത്ത് അവരുടെ വീട്ടിൽ പോവുകയും അമ്മയും അച്ഛനെയും കാണുകയും, എന്നാൽ അന്ന് ആരോഗ്യവാനായി നടന്ന ആ അച്ഛൻ പക്ഷാഘാതം വന്ന് ശാരീരികമായും മാനസികമായും തളരുകയും അതുപോലെ അമ്മയും മാനസികമായും ശാരീരികമായും അവശനിലയിലാവുകയും ചെയ്ത ഒരു കാഴ്ചയാണ് എനിക്ക് കാണാൻ കഴിഞ്ഞത്. അപ്പോൾ വയസ്സിൻ്റെയൊക്കെ കാര്യം പറയുമ്പം ഷാരോൺ മാത്രമല്ല നഷ്ടപ്പെട്ടത്, ആ കുടുംബത്തിൻ്റെ മറ്റുള്ളവരിലുണ്ടാക്കിയ ഫലങ്ങളും കൂടി നേരിട്ട് കാണാൻ സാധിച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയ ഇതിൻ്റെ പ്രത്യേകത. അതുകൊണ്ട് തന്നെ ഈ കേസ് വളരെ സൂക്ഷ്മമായിട്ട് വിലയിരുത്തിയിട്ട് അതിനർഹിക്കുന്ന ഏറ്റവും കടുത്ത ശിക്ഷ തന്നെ ആണ് കോടതി
ഇതിൽ പുറപ്പെടുവിച്ചതെന്നാണ്. ശ്രീ കെ ജെ ജോൺസൺ, ഇത് ഇനി മേൽക്കോടതിയിലേക്ക് പോകുമ്പോൾ ആ കോടതിയിലേക്ക് വിവേചനാധികാരമാണ് എന്ന് പറയുമ്പോൾ പോലും ഈ കേസിൽ നിങ്ങളെടുത്തൊരു എഫർട്ട് അതിഭീകരമായ എഫർട്ടാണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ശാസ്ത്രീയ പരിശോധന രീതിയിലേക്ക് നോക്കുമ്പോഴേക്കും ഈ പറയുന്ന സൈബർ ഫോറൻസിക് വർക്ക് സ്റ്റേഷനിൽ ഫോറൻസിക് റിക്കവറി എവിഡൻസ് ഡിവൈസ്, യൂഫട്ട് ടച്ച് V7.60, ലോജിക്യൂ ഫാൽക്കൺ, വിൻഡോസ് 10, എൻഗേസ്, മാഗ്നറ്റ് ആക്സിയം, യൂഫട്ട് 4PC, യൂഫട്ട് ഫിസിക്കൽ അനലൈസർ, യൂഫട്ട് ക്ലൗഡ് അനലൈസർ എന്ന് പറഞ്ഞാൽ ആ മേഖലയിൽ ഉപയോഗിക്കാൻ കഴിയാവുന്നതിൻ്റെ പരമാവധി സാങ്കേതിക സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഒരു കണ്ണി പോലും പൊട്ടിപ്പോവാതെ വളരെ ഫുൾ പ്രൂഫായി, എനിക്ക് തോന്നുന്നു ഇത്തരത്തിൽ പരിശോധിച്ച മറ്റൊരു കേസുണ്ടോ എന്ന്. ഇതൊരു പുതിയ കാലത്തെ ഫോണുമായി ബന്ധപ്പെട്ട് അതിൻ്റെ സെർച്ചുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള ഒരു പുതിയ കാലത്തെ പുതിയ കേസാണ്. മറ്റൊരു കേസുണ്ടോ എന്നറിയില്ല. അത്തരത്തിൽ ഫുൾ പ്രൂഫായി കണ്ണി പൊട്ടാതെ വളരെ വളരെ പെർഫെക്റ്റ്ലി ഫിറ്റ് ചെയ്ത ആ കേസ്, അല്ലെങ്കിൽ വളരെ പെർഫെക്റ്റായി ബന്ധപ്പെടുത്തിയെടുത്ത എവിടെയെങ്കിലും പഴുതില്ലാത്തെടുത്തൊരു കേസിൽ വ്യക്തിപരമായി മേൽക്കോടതിയിലേക്ക് പോയാലും ഇതിൽ മാറ്റമുണ്ടാവില്ല എന്നാണ് എൻ്റെ വിശ്വാസം. ശ്രീ കെ ജെ ജോൺസൺ. അതെ, അത്രയും ശക്തമായ തെളിവുകൾ നമ്മൾ ഈ വിചാരണ കോടതിയിൽ തന്നെ സമർപ്പിച്ചിട്ടുണ്ട്. അതിനെയൊന്നും ഖണ്ഡിക്കുന്ന തരത്തിലുള്ള ഒരു തെളിവ് ഡിഫൻസ് വിഭാഗത്തിന് ഹാജരാക്കാനും ഇതുവരെയും സാധിച്ചിട്ടില്ല. അവർ ഓരോ ആരോപണങ്ങൾ തിരിച്ചും മറിച്ചും അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിക്കുക എന്നല്ലാതെ അതിന് ഉപോത്പകമായ ആദരവിധമായിട്ടുള്ള സപ്പോർട്ട് ചെയ്യുന്ന തെളിവുകളും വിചാരണ കോടതിയിൽ ഹാജരാക്കിയിട്ടില്ല. അത് മാത്രമേ ഇനിയും മേൽക്കോടതിയിലേക്ക് പോകുമ്പോഴും ഉണ്ടാവാനുള്ള സാധ്യതയുള്ളൂ. പിന്നീട് പ്രായത്തിൻ്റെയും മറ്റു കാര്യങ്ങളുമൊക്കെ വരുമ്പം ഉള്ള വിഷയമെന്ന് പറഞ്ഞാൽ ഈ പ്രായത്തിൽ തന്നെ ഒരു അറ്റംപ്റ്റ് പരാജയപ്പെട്ടു. ആ അറ്റംപ്റ്റ് പരാജയപ്പെട്ടതിന് ശേഷം അതിൽ നിന്ന് പിന്മാറുകയോ പശ്ചാത്തപിക്കുകയോ ചെയ്തില്ല. വീണ്ടും അതെങ്ങനെ ഫലപ്രദമായി നടത്താം എന്നാണ് ഈ പ്രതി ചിന്തിക്കുകയും ആസൂത്രണം ചെയ്യുകയും ചെയ്തത്. അതായത് ഒരു പ്രൊഫഷണൽ ആവാൻ ഉള്ള, അതായത് ഇനിയിപ്പം ആദ്യഘട്ടത്തിൽ ഉള്ള ഈ പിഴവുകൾ വേണമെങ്കിൽ മറ്റൊരു കുറ്റകൃത്യത്തിലേക്ക് വരുമ്പം ആവർത്തിക്കണമെന്നില്ല. അതാണ് ഏറ്റവും വലിയ വിഷയം. പ്രായം എന്നുള്ളത് ഒരു കുറ്റകൃത്യത്തിനുള്ള ഒരു ഘടകമേ പരിഗണിക്കരുതെന്നാണ് എൻ്റെ അഭിപ്രായം. അതായത് 18 വയസ്സിന് ശേഷം വോട്ടവകാശമുള്ള ഒരു രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത്. ആ കുറ്റകൃത്യത്തെക്കുറിച്ചും നിയമത്തെക്കുറിച്ചും പൗരന്മാർ ബോധ്യവാന്മാരാവണം. അവർ അത് പഠിക്കുന്നുണ്ട്, ഭരണഘടന പഠിക്കുന്നുണ്ട്, നിയമങ്ങൾ പഠിക്കണം. അപ്പോൾ എന്നാലേ ആ നിയമവ്യവസ്ഥയിൽ അധിഷ്ഠിതമായ ഒരു രാജ്യത്തെ പൗരന്മാരാവാൻ കഴിയുള്ളൂ. അപ്പം ഓരോരുത്തർക്കും ആ രീതിയിൽ പ്രായത്തിൻ്റേതും അല്ലെങ്കിൽ മറ്റുള്ള രീതിയിലും അതെല്ലാം പരിഗണിക്കണം, അല്ലെങ്കിൽ അതൊക്കെ മനസ്സിൽ വേണം എന്ന് തന്നെയാണ്. പക്ഷേ ആ എതിർഭാഗത്തിൻ്റെ നഷ്ടപ്പെട്ടു പോയവരുടെ അല്ലെങ്കിൽ കൊല്ലപ്പെട്ട ആളുടെ മറ്റ് നഷ്ടങ്ങളും മറ്റു കാര്യങ്ങളും അതേ വയസ്സും പ്രായവും സ്വപ്നങ്ങളുമുള്ള ഒരു ചെറുപ്പക്കാരൻ നീറി മരിച്ച ആ അവസ്ഥയെക്കുറിച്ച് ചിന്തിക്കാതെ ആ പ്രതിയുടെ അവകാശങ്ങളെക്കുറിച്ചും പ്രതിയുടെ പ്രായത്തെക്കുറിച്ചും പ്രതി മറ്റൊരു ലിംഗത്തിൽപ്പെട്ട ആളാണെന്നുള്ള ചർച്ചകൾക്കുപരിയായിട്ട് ഇത്തരം കുറ്റകൃത്യങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ ഇതൊരു വലിയ സന്ദേശമാണ്. കോടതി ആമുഖത്തിൽ തന്നെ പറയുന്നുണ്ട്, ഇത് ഒരു മാധ്യമങ്ങളുടെ ഇതിനു വേണ്ടിയിട്ടല്ല ഞാൻ ഈ വിധി പ്രസ്താവിക്കുന്നതെന്ന് ബഹുമാനപ്പെട്ട കോടതി. വിധിന്യായം ഞാൻ വായിച്ചതാണ്. ആ വിധിന്യായത്തിൽ എന്തുകൊണ്ടാണ് റയറസ്റ്റ് ഓഫ് റെയർ എന്ന് കോടതി കണ്ടെത്തുന്നത് വളരെ ഭംഗിയായി, വളരെ അത് വായിക്കാത്തവരാണ് വിഷയങ്ങൾ പറയുന്നത്. ഷിമോണിലേക്ക് ഞാൻ പോകുന്നു. ഷിമോൺ, നിങ്ങളുടെ നഷ്ടത്തിന് പരിഹാരമില്ല. ആ അമ്മയ്ക്ക് ഷാരോണിന് തിരിച്ചു കിട്ടുന്നില്ല, അച്ഛന് കിട്ടില്ല, ഷിമോണിൻ്റെ കൂടപ്പുറപ്പിനെ തിരിച്ചു കിട്ടില്ല. അത് എല്ലാ കാലത്തെ വേദനയാണെന്ന് അംഗീകരിക്കുമ്പോൾ തന്നെ അതിനെക്കുറിച്ച് നല്ല ബോധമുള്ളപ്പോൾ തന്നെ ഈ രാത്രി ഷാരോൺ നേരിട്ട കൊടിയ അനീതിക്ക് ഒരു നേരിയതാണെങ്കിൽ കൂടിയും തിരിച്ചു കിട്ടാൻ കഴിയാത്ത നഷ്ടമാണെങ്കിൽ കൂടിയും ഒരു പരിധിവരെ പരിഹാരമായി എന്നൊരാശ്വാസം തോന്നുന്നുണ്ടോ ഷിമോൺ? തീർച്ചയായിട്ടും ഞങ്ങൾ പ്രതീക്ഷിച്ച പോലൊരു വിധി തന്നെയാണ് വന്നത്. അപ്പോൾ അതിൽ സമാധാനമുണ്ട്. ശരിക്കും അവൻ്റെ ആ ഒരു പ്രസൻസ് ഇവിടെ ഇപ്പോൾ ഇല്ല. അപ്പോൾ അതിനുള്ള ഭയങ്കരമായിട്ടുള്ള വിഷമമുണ്ട് എല്ലാവർക്കും. പക്ഷേ ഇതൊരു സമാധാനത്തിന് വഴി ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ പ്രതീക്ഷിച്ച പോലൊരു ശിക്ഷ തന്നെ കിട്ടിയതുകൊണ്ട് ഇതിൽ സന്തോഷം തോന്നുന്നുണ്ട്. അതാണ് എനിക്കിപ്പോൾ പറയാനുള്ളത്. ഓക്കെ ഷിമോൺ. ശ്രീ വിനീത് കുമാർ സാറും ശ്രീ കെ ജോൺസും അല്പസമയം കൂടി തുടരണം. VS വിനീത് കുമാർ, ഞാനൊരു ഫേസ്ബുക്ക് പോസ്റ്റ് വായിക്കുകയാണ്. മാധ്യമപ്രവർത്തകരുടെ പോസ്റ്റാണ്. പ്രണയം നിരസിച്ചതിൻ്റെ പേരിൽ എത്ര പെൺകുട്ടികളെയാണ് കേരളത്തിൽ ഈ കഴിഞ്ഞ 10 വർഷത്തിനിടെ തീയിട്ടും വെട്ടിയും കൊന്നിട്ടുള്ളത്? ഏതെങ്കിലും കൊലയാളിയുടെ പേര് ഓർമ്മയുണ്ടോ?
ആ കുറ്റകൃത്യം റിപ്പോർട്ട് ചെയ്യപ്പെട്ടു എന്നതിലുപരി ഈ രീതിയിൽ ആഘോഷിക്കപ്പെട്ടോ? അതിൽ എത്ര പേരെ തൂക്കിക്കൊല്ലാൻ വിധിച്ചു? ഒരു സ്ത്രീ കുറ്റകൃത്യത്തിൽ ഏർപ്പെട്ടാലും അതിൽ ജെൻഡർ ഡിസ്പാരിറ്റി എങ്ങനെയൊക്കെ വർക്കൗട്ട് ചെയ്യുമെന്ന ഉദാഹരണമാണ് ഈ കേസ്. ഇത് കേട്ട് കുറ്റവാളിയെ ഞാൻ ന്യായീകരിക്കുകയാണെന്ന് ചിലരെങ്കിലും വ്യാഖ്യാനിച്ചേക്കാം. പക്ഷേ അതുപോലും ബോധ്യപ്പെടുത്തേണ്ട ബാധ്യത എനിക്കില്ല എന്ന് തന്നെയാണ് കരുതുന്നത്. സ്നേഹം എടുക്കുമ്പോൾ ബന്ധത്തിൽ നിന്നോ പുറത്തു കടക്കാൻ പാടില്ല, അതെന്തോ വിശ്വാസവഞ്ചനയാണെന്ന സന്ദേശം ജുഡീഷ്യറി നൽകുന്നതിൽ തന്നെ പ്രശ്നമുണ്ട്. ഭാവിയിൽ സ്നേഹം ഉപേക്ഷിച്ച് ബന്ധത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകുന്ന പെൺകുട്ടികളെ ചുട്ടുകൊല്ലാനുള്ള ആഹ്വാനമാകാതിരിക്കട്ടെ വിധിയും പരാമർശവും ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നത് പ്രധാനപ്പെട്ട ഒരു മാധ്യമപ്രവർത്തകരുടെ ഫേസ്ബുക്ക് പോസ്റ്റാണ്. ഈ നറേറ്റീവിലുള്ള കുറേയധികം ഫേസ്ബുക്ക് പോസ്റ്റുകളും ഈ നറേറ്റീവിലുള്ള കുറേയധികം ചിന്തകളും നമ്മൾ കണ്ടു. കേസിൻ്റെ തുടക്കത്തിൽ തന്നെ ഗ്രീഷ്മ എന്തോ മിടുക്കിയായ പെൺകുട്ടിയാണ്, അവൾ എന്തോ സമർത്ഥയാണ്, അവൾ ഈ രീതിയിൽ ഒന്നും ചെയ്യാത്ത കുട്ടിയാണ്, നാട്ടുകാർക്ക് മൊത്തം എന്താണ് പഞ്ചസാര പാലമുട്ടായിയാണ് എന്നൊക്കെയുള്ള നറേറ്റീവ് ആദ്യം മുതലേ കണ്ടിരുന്നു. എന്തുകൊണ്ടാണ് ഇത്ര ഈ അങ്ങേയറ്റം യാതനയുടെ വിശദാംശങ്ങൾ പുറത്തേക്ക് വരുമ്പോഴും ആ നറേറ്റീവ് നിലനിൽക്കുന്നത്? ശ്രീ വിനീത് കുമാർ, അത് നമ്മുടെ ഒരു ലേസസ് ഫെയർ പോളിസിയിൽ വിശ്വസിക്കുന്ന നമ്മുടെ ഈ സ്റ്റേറ്റിൻ്റെ ഒരു വലിയൊരു പ്രത്യേകതയാണ്. കാരണം നമുക്ക് എക്സ്പ്രസ് ചെയ്യാനും നമ്മുടെ അഭിപ്രായം രേഖപ്പെടുത്താനുമുള്ള സ്വാതന്ത്ര്യം നമ്മുടെ ഭരണഘടന നമുക്ക് തന്നിരിക്കുന്ന ഒരു രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത്. തീർച്ചയായിട്ടും അങ്ങനെയുള്ള അഭിപ്രായങ്ങൾ പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ അതിനകത്ത് ആ അഭിപ്രായങ്ങൾ നിലനിൽക്കുമ്പോൾ തന്നെ ഇതിനകത്ത് ഒരു ജെൻഡർ ഡിസ്പാരിറ്റിയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു തരത്തിലും ഇവിടെ ഈ കേസിനകത്ത് വിധി വന്നിരിക്കുന്നതിൻ്റെ ഒരു പ്രത്യേകത നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇതിനകത്ത് ഒരു ജെൻഡർ ഡിസ്പാരിറ്റി ഇല്ലാതെ അത് പുരുഷൻ ക്രൈം ചെയ്താലും സ്ത്രീ ക്രൈം ചെയ്താലും അത് തീർച്ചയായിട്ടും അതിൻ്റെ ആ ആഴത്തിൽ കാണണമെന്നും അത് അങ്ങനെ ചെയ്താൽ അത് ഒരു റെയറസ്റ്റ് ഓഫ് ദ റെയർ കേസിൻ്റെ ഗണത്തിൽ അല്ലെങ്കിൽ അതിൻ്റെ ഒരു കാറ്റഗറിയിൽ വരുന്ന കേസാണ് എന്നുണ്ടെങ്കിൽ നിയമപരമായിട്ടുള്ള ഒരു വിധി അതവിടെ ഒരു ലിംഗഭേദമില്ലാതെ നൽകണമെന്നും കൂടെയുള്ള ഒരു സന്ദേശം ഇതിനകത്തുണ്ട്. പിന്നെ മറ്റൊരു പ്രധാന കാര്യം ഇതിൽ പറയാൻ ആഗ്രഹിക്കുന്നത്, ഈ ഒരു വളരെ സ്നേഹം നടിച്ച് അത് ആൺകുട്ടിയാണെങ്കിലും ശരി പെൺകുട്ടിയാണെങ്കിലും ശരി വളരെ അടുത്ത് കൂടി അതിനുശേഷം സ്നേഹത്തിൻ്റെ അതിനെ ഒരു ടൂളാക്കി എടുത്ത് വിശ്വാസം ആർജിച്ച ശേഷം രഹസ്യമായിട്ട് ആദ്യം ഒരു അറ്റംപ്റ്റ് നടത്തി, ഒരു 307 അല്ലെങ്കിൽ അറ്റംപ്റ്റ് ടു കമ്മിറ്റ് മർഡർ നടത്തി പരാജയപ്പെട്ടു, അത് തുപ്പിക്കളഞ്ഞതുകൊണ്ട് ആവശ്യം. എന്നിട്ട് വീണ്ടും അത് അടുത്തുകൂടി വിശ്വാസം വീണ്ടും ആർജിക്കുന്നു. എന്നിട്ട് ആരുമില്ലാത്ത വീട്ടിൽ വരാത്ത സാഹചര്യത്തിനകത്ത് വളരെ ഗോപ്യമായിട്ട് സെക്സ് ഓഫർ ചെയ്ത് അവിടെ എത്തിച്ചതിന് ശേഷം ആദ്യം ചെയ്ത ആ ഒരു പരാജയപ്പെടുന്നതിന് കാരണം മധുരമായിട്ടുള്ള ജ്യൂസിൽ പാരസെറ്റമോൾ 60 ഡോളോ ഗുളികകൾ കലക്കി കൊടുത്തിട്ട് അതിൻ്റെ കയ്പ് താങ്ങാനാകാതെ ഷാരോൺ തുപ്പിയതാണെങ്കിൽ കഷായം കയ്പാണ്, ആ കഷായം തീവ്രമായിട്ടുള്ള ഒരു കയ്പ്, ഞാൻ കുടിക്കുന്ന കഷായമാണ്, നിനക്ക് കുടിച്ച് കാണിച്ചു തരാമോ എന്ന് ഒരു ചലഞ്ച് നടത്തി ആ വിശ്വാസം ഷാരോണിൽ ഇമ്പോസ് ചെയ്തതിന് ശേഷം അതിവിദഗ്ധമായിട്ട് ഈ പ്ലാൻ ചെയ്ത് ഈ വിഷം കലർത്തി കൊടുത്ത് കൊലപ്പെടുത്തിയാണ്. നോക്കൂ, ഇതിനകത്ത് ഹാഷ്മി ഒരു കാര്യം മാത്രമാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. അതായത് ഇത്രയധികം ക്രൂരത എന്ന് പറയുന്നത്, ഇത്രയധികം വിദ്യാസമ്പന്നയായ ഈ പെൺകുട്ടി MA ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൽ അത് ഡിസ്റ്റിങ്ഷനോടുകൂടി പാസ്സായി, അതുപോലെ വിവരസാങ്കേതിക വിദ്യയിൽ അങ്ങേയറ്റത്തെ അറിവുള്ള വെബ് സെർച്ചുകളെല്ലാം വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് ചെയ്തു. ഈ തെളിവുകളെല്ലാം ഓപ്പൺ കോടതിയിൽ പ്രദർശിപ്പിച്ച് ഈ ഫോറൻസിക് സയൻസ് ലബോറട്ടറിയുടെ വിദഗ്ധ ഉദ്യോഗസ്ഥ വന്ന് ഇത് പ്രദർശിപ്പിച്ച് എടുത്ത തെളിവുകൾ രേഖപ്പെടുത്തി എഴുതിയെടുത്ത തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ പറയുന്നത്. എന്നിട്ട് ഈ അറിവെല്ലാം തന്നെ ഉപയോഗിച്ചത് ഷാരോൺ രാജിനെ എപ്രകാരം കൊലപ്പെടുത്താമെന്ന് ആരും പിടിക്കാത്ത രീതിയിൽ. എന്നിട്ടോ എല്ലാ തെളിവുകളെയും ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞ ശേഷം ഫോണിൽ ഇങ്ങനെ ഡിലീറ്റ് ചെയ്യപ്പെട്ട തെളിവുകളെ റിട്രീവ് ചെയ്തെടുക്കാൻ കഴിയുമോ എന്നുകൂടി പരിശോധിച്ചതും അത് ക്ലൗഡിൽ. കോടതി ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് ദൈവത്തിൻ്റെ കരങ്ങളാൽ ക്ലൗഡിൽ ഈ ഗ്രീഷ്മ തന്നെ ശേഖരിക്കപ്പെട്ടിട്ടുള്ള തെളിവുകളാണ് ഇതിനകത്ത് കോടതി മുറിയിൽ തെളിവുകളായി വന്നത് എന്ന്. അത് ദൈവത്തിൻ്റെ കരങ്ങളാൽ എന്ന്. കൂടാതെ തന്നെ ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്, ഏത് പ്രതിയും ഏത് കുറ്റവാളിയും ആ കൃത്യം നടത്തിയ സ്ഥലത്ത് നിന്ന് രക്ഷപ്പെടുന്നതിന് മുമ്പ് ഒരു തെളിവെങ്കിലും അവശേഷിപ്പിച്ചിരിക്കും എന്ന് വ്യക്തമായിട്ട് വിധിന്യായത്തിൽ ബോൾഡ് അക്ഷരത്തിൽ അത് വളരെ ഒരു ലീഗൽ ലൂമിനറിയുടെ വേർഡ് കോട്ട് ചെയ്താണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് ബോൾഡായിട്ട്. ഇവിടെ തെളിവുകൾ ഗ്രീഷ്മ തന്നെയാണ്, ഗ്രീഷ്മ തോളിൽ ചുമന്നുകൊണ്ടേ നടന്നു അറിയാതെ, അത് ക്ലൗഡിലെ ദൈവത്തിൻ്റെ കരങ്ങളാൽ സ്റ്റോർ ചെയ്യപ്പെട്ടു എന്നാണ് ഈ വിധിന്യായത്തിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഒരു കാര്യം അങ്ങേയറ്റം ഇത് മനസ്സിലാക്കിയതിന് ശേഷം ഓരോ ഇഞ്ചും നേരത്തെ ഇൻട്രോയിൽ
ഹാഷ്മി പറഞ്ഞതുപോലെ നാക്ക് മുതൽ ലിംഗ അഗ്രം വരെയുള്ള എല്ലാ ഭാഗങ്ങളും ബ്ലീഡ് ചെയ്ത് മരിക്കുമെന്ന് ഇതിലൂടെ മനസ്സിലാക്കിയ ഗ്രീഷ്മയാണ് വിനീത് കുമാർ സാർ വേണമെങ്കിൽ ഇപ്പോൾ ഒരു കൊടും ക്രിമിനലിനെ കൊല്ലണമെങ്കിൽ പല രീതിയിൽ കൊല്ലാം, വേണേൽ കൊട്ടേഷൻ കൊടുക്കാം. ഇപ്പൊ ഇത്തരത്തിൽ ആലോചിക്കാം, അങ്ങനെയും ആലോചിക്കാമല്ലോ. ഇത് ഞാൻ വെറുതെ നോക്കിയാണ് പാരക്കേറ്റ് ഇമ്പാക്ട് ഓൺ ഹ്യൂമൻ ബോഡി വെറുതെ ഗൂഗിൾ നോക്കി കഴിഞ്ഞാൽ വളരെ വിശദമായി തന്നെ ഈ ഏത് രീതിയിൽ ഇത് ആന്തരികാവയവങ്ങളെ ബാധിക്കും, ഏത് രീതിയിൽ വേദനാജനകമായി മരിക്കും, ഏത് രീതിയിൽ ആന്തരികാവയവങ്ങൾ എന്താ കെട്ടുപോകും, അഴുകിപ്പോകും എന്നൊക്കെ വളരെ വിശദമായ സ്കോളർലി ആർട്ടിക്കിൾ ഉണ്ട്. ഇതൊക്കെ വായിച്ചത് ചെയ്യണമെങ്കിൽ ഈ രീതിയിൽ മരിച്ചു പോകണമെന്ന് ദുഷ്ടചിന്തയല്ലേ സാർ അത്? തീർച്ചയായിട്ടും ഇങ്ങനെ മരിക്കണമെന്ന് ഇഞ്ചിഞ്ചായിട്ടാണ് മരിച്ചത്. അതായത് 14/10/2022 ഈ പാരക്യൂറ്റ് എന്ന വിഷം കൃത്യമായിട്ടും കൊടുത്ത ശേഷം അതിൻ്റെ ആക്ഷൻ എങ്ങനെ ബോഡിയിൽ നടക്കുമെന്ന് അറിയാമായിരുന്ന ഗ്രീഷ്മ വാവേ അല്ലെങ്കിൽ ഇച്ചായ എന്നുള്ള മെസ്സേജുകൾ ഇങ്ങനെ അയച്ച് വിശ്വാസം ജനിപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോഴും ഗ്രീഷ്മ ഇതിന് തന്ത്രപൂർവ്വം ഈ ഇൻ്റലിജൻറ്റ് ക്രിമിനൽ അത് ഒളിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ നേരത്തെ എന്നോട് ചോദിച്ച ആ ഒരു മാധ്യമ പ്രവർത്തകയോട് തീർച്ചയായിട്ടും എനിക്കൊരു അഭിപ്രായവും ഇതിനകത്ത് പറയാനില്ല. ഓരോ കേസിനും അതിന് ഓരോ ജീവനുണ്ട്, ആ ജീവൻ്റെ പുറകിൽ ഒരുപാട് ജീവിതങ്ങളുണ്ട്. അപ്പോൾ അതിനെ ഇനി ഇതൊരു റിഫർമേറ്റീവ് തിയറിയിലേക്ക് കൊണ്ടുവന്ന് ഈ കുട്ടി തീർച്ചയായിട്ടും അത് നല്ലതാകും എന്ന് ഉണ്ട് എങ്കിൽ ഈ വധശിക്ഷ നമുക്ക് ഒഴിവാക്കണം എന്ന് പറയുന്നെങ്കിൽ ഈ വധശിക്ഷ ഈ 302 IPCയിൽ നിന്ന് ആദ്യം എടുത്തു കളയുന്നതിലേക്ക് വേണ്ടിയിട്ട് പാർലമെൻറ്റിലേക്ക് ഒരു സംഘടിച്ച് ഇത് എടുത്തു കളയാനും സ്ട്രൈക്ക് ഡൗൺ ചെയ്യുന്നതിലേക്ക് വേണ്ടിയിട്ട് മുന്നോട്ട് പോവുകയാണ്. നിയമത്തിൽ ഇതുള്ളിടത്തോളം കാലം ഈ പരമാവധി ശിക്ഷ കൊടുക്കേണ്ടുന്ന കേസുകളിൽ കൊടുത്തില്ല എങ്കിൽ നിയമം ജനങ്ങൾ കയ്യിലെടുത്താൽ എന്ത് ചെയ്യും? എക്സാക്ട്ലി. പറയണ്ടേ? ഉറപ്പായും കെ ജെ ജോൺസൺ ഇവിടെ കമാൽ പാഷ പറയുന്നത് വെറുതെ അദ്ദേഹം പറയുന്നതല്ല. എന്താണ് ഈ ഷാരോൺ ഇങ്ങനെ പിന്നാലെ നടന്നു, ബന്ധം ഒഴിവാൻ നോക്കി സമ്മതിച്ചില്ല, ഏതോ ചിത്രമെടുത്ത് ബ്ലാക്ക്മെയിൽ ചെയ്തു എന്ന് പറഞ്ഞാൽ ഒരു നിവൃത്തിയുമില്ലാതെ ഗ്രീഷ്മയ്ക്ക് സമാധാനമായി ജീവിക്കാൻ നടത്തിയ കൊലപാതകം എന്നൊരു നറേറ്റീവ് വ്യാപകമായി പ്രചരിക്കുന്നുണ്ട്. ആ നറേറ്റീവിൽ ശ്രീ ജോൺസൺ സാർ എന്തെങ്കിലും വസ്തുതയുള്ള നറേറ്റീവാണോ അത്? അദ്ദേഹത്തെ പോലെ ഒരു റിട്ടയർഡ് ഹൈക്കോടതി ജഡ്ജ് ഇത്തരമൊരു പ്രസ്താവന നടത്തുന്നതിൽ എനിക്ക് സങ്കടമാണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ എടുത്തിട്ടുണ്ടെങ്കിൽ അത്തരമൊരു ബ്ലാക്ക് മെയിൽ നടന്നിട്ടുണ്ടെങ്കിൽ അതിനെ കൈകാര്യം ചെയ്യാൻ അല്ലെങ്കിൽ നേരിടാൻ അത് എന്താണെന്ന് അന്വേഷിക്കാൻ ഇതിനുള്ള നിലവിലുള്ള നിയമവ്യവസ്ഥയുണ്ട്. ആ നിയമവ്യവസ്ഥയുടെ ഏറ്റവും വലിയ ഉയർന്ന പദവിയിലിരുന്ന ആളാണ് അദ്ദേഹം. ഒരു പോലീസ് സ്റ്റേഷനിൽ ഈ ഗ്രീഷ്മ പരാതിക്കാരിയായിട്ട് ഒരു പരാതി എഴുതി അവിടുത്തെ SHOനെ പോയി കണ്ടിരുന്നെങ്കിൽ അങ്ങനെ ഉണ്ടെങ്കിൽ അതിന് നടപടിയെടുക്കുകയും ഈ ഷാരോണിനെതിരെ നടപടിയെടുക്കുകയും ആ ബന്ധത്തിൽ നിന്ന് പിന്മാറാനുള്ള ഒരു അവസരം ഉണ്ടാക്കിയെടുക്കുമായിരുന്നു. അത്തരം ഒക്കെ ഒരു തരത്തിലുള്ള ഒരു സമീപനമോ ഉണ്ടാവാത്തതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ഒരു സമീപനം ഷാരോണിൻ്റെ ഭാഗത്തു നിന്നും ഗ്രീഷ്മയ്ക്ക് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. ബ്ലാക്ക് മെയിലിംഗ് ആവട്ടെ അല്ലെങ്കിൽ ഭീഷണി സ്വരമാവട്ടെ മറ്റു കാര്യങ്ങളാവട്ടെ പിന്നെ ഒഴിവാകണം എന്ന് കാമുകനോട് പറഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ടുള്ള പ്രതികരണം ഉണ്ടാവും. അയാളൊരു മനുഷ്യനാണല്ലോ. ഇത്രയും പ്രണയിച്ച് നടന്ന ഒരു കാമുകി മറ്റൊരു വിവാഹം ആലോചന മറ്റൊരു കാര്യമല്ല. അതിൽ ഒഴിവാകണമെന്ന് പറയുന്നതിൻ്റെ റീസൺ എന്ന് പറയുന്നത് ഇയാളുടെ ദുർനടത്തയോ ലഹരി ഉപയോഗമോ ക്രിമിനൽ പശ്ചാത്തലമോ മറ്റ് ഏതെങ്കിലുമോ ഉള്ള ഒരു കാര്യത്തെക്കുറിച്ച് തമ്മിൽ തർക്കിച്ച് അല്ലെങ്കിൽ ആ പെൺകുട്ടിയോട് മോശമായി പെരുമാറുന്ന രീതിയോ മറ്റ് സ്ത്രീകളുമായിട്ടോ പെൺകുട്ടികളുമായിട്ടോ അരുതാത്ത ബന്ധം ആരോപിച്ചിട്ടുള്ള വഴക്കോ അങ്ങനെയൊന്നുമല്ല ഉണ്ടായതിനല്ല ഈ ഒഴിവാകാൻ പറയുന്നത് ശക്തമായ പ്രണയം നടന്നുകൊണ്ടിരിക്കെ തന്നെ മറ്റൊരു വിവാഹാലോചന വരുന്നു. ആ വിവാഹാലോചന വരുമ്പം തന്നെ അതിൽ എതിർപ്പുണ്ടായിരുന്നുവെങ്കിൽ ഈ ഗ്രീഷ്മയ്ക്ക് ഈ ഷാരോണിനോട് യഥാർത്ഥ പ്രണയമാണ് ഉണ്ടായിരുന്നുവെങ്കിൽ അന്ന് എതിർക്കില്ലേ? വീട്ടുകാരോട് പറയാമല്ലോ. വീട്ടുകാർ അച്ഛനോട് പറയാം, അമ്മയോട് പറയാം. വലിയ ബന്ധുക്കൾ ഇവർക്കില്ല. അത് തന്നെ അവൾ മെച്ചുവറായിട്ടുള്ള യുവതിയാണ്, വിദ്യാഭ്യാസമുള്ള യുവതിയാണ്. സ്വയം അവനവൻ്റെ കാര്യങ്ങൾ വ്യക്തിത്വപരമായിട്ട് തന്നെ അവനവൻ്റെ കാര്യങ്ങൾക്ക് തീരുമാനമെടുക്കാനുള്ള പക്വതയും പ്രായവും അവകാശവുമുണ്ട്. സ്വാഭാവികമായിട്ട് ഞാനൊരു ചെറുപ്പക്കാരനെ ഇഷ്ടപ്പെടുന്നു, ഞങ്ങൾ തമ്മിൽ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്, അയാൾക്കൊരു ജോലി കിട്ടിയിട്ട് അല്ലെങ്കിൽ എനിക്കൊരു ജോലി കിട്ടിയിട്ട് ഞങ്ങൾ വിവാഹിതരാകും, അതുകൊണ്ട് എനിക്ക് വിവാഹം ആലോചിക്കേണ്ട എന്ന് പറയുന്ന പരിഷ്കൃത സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതിന് പകരം അയാളെ കൊന്നുകളയുക എന്നുള്ള ഏറ്റവും നീചവും നികൃഷ്ടവുമായ രീതിയിലേക്ക് എത്തുന്നതിനെ എങ്ങനെ ന്യായീകരിക്കാൻ കഴിയും? അങ്ങനെ ഉണ്ടെങ്കിൽ ബ്ലാക്ക് മെയിലിംഗ് ഉണ്ടെങ്കിൽ അതിന് പരിഹാരം തേടുന്നതിനുള്ള നിയമ സംവിധാനത്തെ സമീപിക്കുകയായിരുന്നു വേണ്ടത്.
അതുകൊണ്ട് തന്നെ അതൊക്കെ വെറും ആരോപണങ്ങൾ മാത്രമാണ്. ബാക്കി ഈ ഷാരോണിനെ കുറിച്ചുള്ള അവരുടെ കോടതിയിൽ ഉന്നയിച്ച അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളല്ലാതെ അതിനൊന്നും യാതൊരു വിധമായിട്ടുള്ള തെളിവുകളോ ഒന്നും തന്നെയില്ല. അതിലൊന്നും അങ്ങനത്തെ സംഭവമേ ഉണ്ടായിട്ടില്ല എന്നാണ് എൻ്റെ. ഓക്കെ, ഞാൻ അത്തരം നറേറ്റീവിന് വക്താക്കളോട് അന്വേഷണ ഉദ്യോഗസ്ഥൻ തന്നെ പറയുകയാണ് അങ്ങനെ ഒരു തെളിവില്ലെന്ന് പറയുകയാണ്. അവർ കേൾക്കുമെന്ന് പ്രതീക്ഷിക്കാം. ശ്രീ കെ ജോൺസൺ, ഇവിടെ ഒരു കാര്യം കൂടി, കോടതി എന്ന് പറയുകയാണ് അന്ന് അവിടെ നടത്തിയ ആത്മഹത്യ അത് ഒരു വ്യാജ ആത്മഹത്യാ ശ്രമമായിരുന്നു, ലൈസോൾ കുടിച്ചാൽ മരിക്കില്ലെന്ന് ഗ്രീഷ്മയ്ക്ക് അറിയാമായിരുന്നു എന്ന് വിധിന്യായത്തിൽ കോടതി പറയുകയാണ്. അത് പ്രോസിക്യൂഷൻ്റെ വാദമല്ല, കോടതിയുടെ കണ്ടെത്തലാണ്. എങ്ങനെയാണ് കോടതി ആ ആത്മഹത്യ ഒരു വ്യാജ ആത്മഹത്യ ശ്രമമാണ് എന്ന ഒരു വിലയിരുത്തലേക്ക് എത്തിയത് എന്നറിയാൻ കഴിയുന്നുണ്ടോ? അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ അന്വേഷണം ഏറ്റവും അവസാന ഘട്ടത്തിലെത്തുകയും അറസ്റ്റിലേക്ക് നീങ്ങുമെന്ന് ഈ ഗ്രീഷ്മ മനസ്സിലാക്കിയിരുന്നു. അന്നത്തെ ദിവസം ചോദ്യം ചെയ്യൽ അവസാനിച്ചപ്പോൾ അസമയമായതിനാലാണ് ഞങ്ങളത് അറസ്റ്റ് രേഖപ്പെടുത്താത്തത്. അപ്പോൾ നിരീക്ഷണത്തിൽ വെക്കാൻ തീരുമാനിച്ചു. അപ്പോൾ ഗ്രീഷ്മയ്ക്ക് കൃത്യമായിട്ട് മനസ്സിലായി പിറ്റേ ദിവസം അറസ്റ്റ് ഉണ്ടാവും. അറസ്റ്റ് ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കോടതി റിമാൻഡ് ചെയ്യും. അപ്പോൾ അതിനെയും ഏതെങ്കിലും രീതിയിൽ തടസ്സപ്പെടുത്താൻ പറ്റുമോ, അത്തരമൊരു ചിന്തയാണ് ഈ പറയുന്ന ഗ്രീഷ്മയുടെ ഈ ആത്മഹത്യാ ശ്രമത്തിലേക്ക്. ലൈസോൾ എടുത്ത് ഒരു അളവ് വരെ കുടിച്ചു കഴിയുമ്പോൾ സ്വാഭാവികമായിട്ട് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുമെന്നും അതിൽ ഇത്തരം മാധ്യമ ശ്രദ്ധ നേടിയ ഒരു പ്രശ്നമായതുകൊണ്ട് ആ മാധ്യമങ്ങളുടെ ശ്രദ്ധയും മറ്റു കാര്യങ്ങളും അതിലേക്ക് തിരിയുമെന്നും അങ്ങനെ കുറച്ച് സമയം കിട്ടുമെന്നും അതിലൂടെ മറ്റെന്തെങ്കിലും ഇത് ആലോചിക്കാമെന്നെല്ലാം കണക്കുകൂട്ടി തന്നെയാണ് ഒരു അറ്റംപ്റ്റ്, അതായത് തൽക്കാലം ഒന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു അറ്റംപ്റ്റാണ് ഗ്രീഷ്മ അത് നടത്തിയത്. അത് കൂടുതലായിട്ട് മരിക്കണമെന്നുള്ള ഉദ്ദേശത്തിലോ വലിയ അളവിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിലോ ചെയ്തിരുന്നുവെങ്കിൽ ഒരു ദിവസത്തിനുള്ളിൽ അത് സുഖം പ്രാപിക്കില്ലായിരുന്നു. ഒരു ദിവസത്തിനുള്ളിൽ തന്നെ മെഡിക്കൽ ICUവിൽ പ്രവേശിച്ചു, മരുന്നുകൾ കൊടുത്തു. പിറ്റേ ദിവസം തന്നെ ഡോക്ടറുടെ ഒപ്പീനിയൻ ഞങ്ങൾ തേടി. ചികിത്സിച്ച ഡോക്ടർ പറഞ്ഞു മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല, അറസ്റ്റിന് പ്രാപ്തിയാണെന്ന് പറഞ്ഞു. അറസ്റ്റ് ചെയ്ത് പിന്നീട് നടന്നാണ് ജീപ്പിൽ കയറി വന്നത്. പിന്നീട് നേരെ ജയിലിലേക്ക് കൊണ്ടുപോയി. ജയിലിൽ പോകുന്നതിന് മുമ്പ് വീണ്ടും മെഡിക്കൽ പരിശോധന നടത്തി. അപ്പോഴൊന്നും തന്നെ അടുത്തതായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങളൊന്നും തന്നെയില്ല. അതിൽ നിന്നായിരിക്കാം കോടതി ആ നിരീക്ഷണത്തിൽ എന്ന് ഞാൻ വിശ്വസിക്കുന്നത്. ശ്രീ കെ ജെ ജോൺസൺ, ഈ ഷാരോൺ അത്ര മണ്ടനല്ലോ. ഷാരോൺ അറിയാം താൻ മരിക്കാൻ പോകുന്നത് എങ്ങനെയാണെന്നറിയാം. അവസാന നിമിഷവും ശ്രീ കെ ജെ ജോൺസൺ ഗ്രീഷ്മയുടെ പേര് പറയുന്നില്ല ഷാരോൺ. ഈ കൊടിയ വേദനയിൽ ആ കിടക്കയിൽ കിടക്കുമ്പോഴും ഈ പറയുന്ന ആർക്കാണ് ഗ്രീഷ്മയ്ക്ക് അയക്കുന്ന മെസ്സേജിൽ സ്നേഹകാലത്ത് എന്താണോ വിളിക്കുന്നത് അതേ പേര് തന്നെ, അതേ ഓമനത്തിൽ തന്നെ വിളിക്കുന്നുണ്ട്. അങ്ങനെ മരിച്ചു, ഇനി തമ്മിൽ എന്ത് പ്രശ്നവുമായിക്കോട്ടെ, അത്തരത്തിൽ അവസാന ശ്വാസത്തിലും തന്നെ ഓർത്തു മരിച്ച ഒരാളെ പറ്റി ആലോചിക്കുമ്പോൾ മനുഷ്യരായി പിറന്ന ആർക്കും ഹൃദയത്തിലൊരു വേദന ഉണ്ടാവില്ലേ? അല്ലെങ്കിൽ ഈ അമ്മയുടെ വേദന കാണുമ്പോൾ, അല്ലെങ്കിൽ ഈ അച്ഛൻ്റെ വേദന കാണുമ്പോൾ, അല്ലെങ്കിൽ കൂടപ്പുറപ്പിൻ്റെ വേദന കാണുമ്പോൾ ഒരു വേദന, ഒരു റിമോസ് ആർക്കും ഉണ്ടാവില്ലേ സർ? ആ പശ്ചാത്താപത്തിൻ്റെ തരിമ്പ് പോലും ഇതുവരെ തോന്നാത്ത ഗ്രീഷ്മയ്ക്ക് എന്ത് റിഫോർമേഷൻ ഉണ്ടാകുമെന്നാണ് ഈ കെമാൽ പാഷയെ പോലുള്ളവർ പറയുന്നത്? ശ്രീ കെ ജോൺസൺ, അതൊക്കെ നമ്മളൊരു സങ്കല്പം മാത്രമാണ്. അതായത് ഇത്ര ക്രൂരമായിട്ട് ഈ കോടതി വളപ്പിൽ അല്ലെ കോടതി മുറിക്കുള്ളിൽ വിധി കേട്ട് തളർന്നിരിക്കുന്ന മാതാപിതാക്കളുടെ അവസ്ഥയും അതുപോലെ തന്നെ അതിനു മുമ്പ് വാദം നടക്കുമ്പോൾ അച്ഛൻ്റെ അവസ്ഥയും കണ്ടിട്ട് തോന്നാത്ത ഒരു മാനസിക പരിവർത്തനവും 40 വയസ്സാകുമ്പം ആവും അതിനുശേഷം നന്നായി ജീവിക്കും എന്നുള്ള ആ സങ്കല്പം ഉണ്ടായിട്ട് എന്താണ് കാര്യം? ഈ നഷ്ടപ്പെട്ട ഷാരോണിന് നീതി ലഭിക്കുമോ? അവരുടെ കുടുംബത്തിന് നീതി ലഭിക്കുമോ? ഇല്ല. പബ്ലിക് പ്രോസിക്യൂട്ടർ വിനോദ് കുമാർ സാർ പറഞ്ഞതുപോലെ ഇന്ത്യൻ ശിക്ഷാ നിയമത്തിൽ കൊലപാതകത്തിന് കൊടുക്കാവുന്ന പരമാവധി ശിക്ഷയിൽ ഉൾപ്പെടുന്നതാണ് ഈ ഡെത്ത് പെനാൾട്ടി. ആ ഡെത്ത് പെനാൾട്ടി ഇല്ലാണ്ട് ആയാൽ മാത്രം അത് കൊടുക്കുന്നില്ല എന്ന് വരുള്ളൂ. അല്ലെങ്കിൽ ഇത്രയും അപൂർവമായ കേസിൽ അത്തരം വിധികൾ വരുന്നുണ്ട്. അത് ഏറ്റവും കൂടുതൽ കേരളത്തിൽ വിധിച്ചിട്ടുള്ളത് ഇദ്ദേഹം തന്നെയാണെന്നും പറയുന്നു. അപ്പോൾ അതൊരു പശ്ചാത്താപമുണ്ടാവും കുറേ വർഷങ്ങൾക്ക് ശേഷം. അത് പശ്ചാത്തപിച്ച് നല്ലൊരു മനുഷ്യനാവും എന്നുള്ളതൊരു സങ്കല്പം മാത്രമാണ്. അങ്ങനെ ആവും എന്നുള്ളതിന് എന്താണ് ഉറപ്പ്? അതല്ലല്ലോ നിയമത്തിൻ്റെ ഇതിലൂടെ നോക്കുമ്പോൾ അതിനുള്ള പരിഹാരം മറ്റു രീതിയിലാണ്. അതാണ് അപൂർവങ്ങളിൽ അപൂർവമായ കേസായിട്ട് പരിഗണിച്ചുകൊണ്ട് തന്നെ ഈ കേസിൽ ഇത്തരമൊരു ശിക്ഷാവിധി വന്നതെന്നും ആണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. അന്വേഷണ ഘട്ടത്തിലോ അല്ലെങ്കിൽ വിചാരണ ഘട്ടത്തിലോ ഒന്നും തോന്നാത്ത പശ്ചാത്തലവും പാവവും മറ്റു കാര്യങ്ങളുമൊക്കെ ഇനി തോന്നാം എന്ന് പറഞ്ഞ് ശിക്ഷ ഇളവ് ചെയ്യുന്നത് ആ ഇരയുടെ കുടുംബത്തിനോട് ചെയ്യുന്ന നീതികേടെന്നാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു.
താങ്ക് യു സർ, താങ്ക്സ് ലോട്ട്. എന്തായാലും നിങ്ങൾ നടത്തിയ അക്ഷീണമായ ഒരു പ്രയത്നത്തിന്, അക്ഷീണമായ ഒരു അന്വേഷണ കാലയളവിന് ഫലം കിട്ടിയ ദിവസമാണ്. ഒരിക്കൽ കൂടി ഈ രാത്രിയുടെ അഭിനന്ദനങ്ങൾ സാർ. സജിന സാർ, സജിൻ ഈ കേസിലെ മൂന്നാമത്തെ സാക്ഷിയാണെന്നാണ് എൻ്റെ അറിവ്. 95 സാക്ഷികളെ വിസ്തരിച്ച കേസാണ്. സജിൻ, ഇതിൽ ആ ദിവസങ്ങളെപ്പറ്റി ഇപ്പോൾ ഓർക്കുമ്പോൾ ഉള്ളിൽ തോന്നുന്നത് എന്താണ്? ഈ കഷായത്തിൽ വിഷം കുടിച്ച കാര്യം നിങ്ങളോടൊക്കെ പങ്കുവച്ചിരുന്നോ, അല്ലെങ്കിൽ വിഷം കലർത്തി കൊടുത്ത നിങ്ങളോടൊക്കെ പറഞ്ഞിരുന്നോ ഷാരോൺ? ഷാരോൺ ചേട്ടൻ എന്നോട് പറഞ്ഞിട്ടില്ല. കാരണം ഹോസ്പിറ്റലിൽ ആയതുകൊണ്ട് എനിക്കങ്ങോട്ട് സംസാരിക്കാനൊന്നും പറ്റിയില്ല. ചേട്ടൻ്റെ തൊണ്ട മുതൽ നാവ് വരെ, നാവും തൊണ്ടയൊക്കെ വെണ്ടി കയറിയ അവസ്ഥയായിരുന്നു. സോ ചേട്ടൻ സംസാരിച്ചു കഴിഞ്ഞാലും തുപ്പലൊക്കെ വരും. തുപ്പലിൽ ബ്ലഡും പിന്നെ മാംസത്തിൻ്റെ ചെറിയ ചെറിയ പീസുകൾ വരാൻ തുടങ്ങി. സോ ഞാൻ അതുകൊണ്ട് ചേട്ടനോട് അധികം സംസാരിക്കാറില്ല. അല്ലാണ്ട് ഈ ഒരു സംശയം തുടങ്ങിയത് ഡോക്ടറാണ് ഞങ്ങളോട് പറഞ്ഞത്, ഇങ്ങനെ മാരകമായിട്ട് എന്തോ ഉള്ളിൽ പോയിട്ടുണ്ട്, സോ അന്വേഷിക്കണം എന്ന് പറഞ്ഞപ്പോൾ ഞാനന്ന് കൂടെ പോയി രജിനെ വിളിക്കുകയും രജിനാണ് എന്നോട് പറഞ്ഞത് ഇങ്ങനെ അവിടെ പോയി അവൾ കഷായം കൊടുത്തു, അത് വൊമിറ്റ് ചെയ്തു, അത് പച്ചക്കളറിലാണ് വൊമിറ്റ് ചെയ്തത്, അങ്ങനെയുള്ള കാര്യങ്ങൾ എന്നോട് പറഞ്ഞു. സോ ഞാൻ അപ്പോൾ തന്നെ ഞാൻ ഗ്രീഷ്മയെ വിളിക്കുകയുണ്ടായി. ഗ്രീഷ്മ എന്നോട് ഈ കാര്യങ്ങൾ തന്നെയാണ് ആവർത്തിച്ചത്. പിന്നെ ഞാൻ ചോദിച്ചു എന്താ ഇതിൻ്റെ ഫോട്ടോയോ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ, എന്താണ് കൊടുത്തത്, ഡീറ്റെയിൽസൊക്കെ ചോദിച്ചപ്പോൾ എനിക്കൊരു കോകിലാക്ഷം കഷായം എന്ന് പറയുന്നൊരു കഷായത്തിൻ്റെ പേരാണ് പറഞ്ഞത് എന്നോട്. ഞാൻ അപ്പോൾ ചേട്ടനോട് ചോദിച്ചു, ചേട്ടൻ ആയുർവേദ ഡോക്ടറാണല്ലോ, ചേട്ടനോട് ചോദിച്ചപ്പോൾ ചേട്ടൻ പറഞ്ഞു കോകിലാക്ഷം കഷായം കുടിച്ചു എന്ന് വെച്ച് ഇങ്ങനെ ഒന്നും സംഭവിക്കില്ല, നീ അതിൻ്റെ ഫോട്ടോ ചോദിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഫോട്ടോ ചോദിച്ചപ്പോൾ എനിക്ക് ലൈവ് ഫോട്ടോ അല്ല എനിക്ക് അയച്ചു തന്നത്. എനിക്ക് അയച്ചു തന്നത് ഒരു ഗൂഗിളിൽ നിന്ന് എടുത്ത ഒരു സ്ക്രീൻഷോട്ട് എങ്ങാണ്ടോ ആണ്. സോ അത് കാണുമ്പോഴേ എനിക്ക് മനസ്സിലായി എന്തോ മറയ്ക്കുന്നുണ്ട്. പിന്നെ ഞാൻ ലൈവ് ഫോട്ടോ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ വല്ല കുപ്പി ആക്രിക്ക് കൊടുത്തു, ലേബൽ വലിച്ചേറി കളഞ്ഞു, ഇങ്ങനത്തെ കാര്യങ്ങൾ ആവർത്തിച്ചപ്പോൾ നമുക്ക് മനസ്സിലായി പറയുന്നത് കള്ളമാണെന്ന്. സോ അപ്പോൾ ഞാനും ചേട്ടനുമായിട്ട് ഞങ്ങൾ ഡയറക്റ്റ് ഡോക്ടറിനെ അറിയിക്കാനുണ്ടായത് ഇങ്ങനെ. ഓക്കെ സർ, നിങ്ങൾ എൻ്റെ സമയം കഴിയണം, ക്ഷമിക്കണം, അധികം സംസാരിക്കാൻ പറ്റില്ല. ഓക്കെ, എന്തായാലും വധശിക്ഷയെ വ്യക്തിപരമായി എതിർക്കുന്ന ആളാണ് ഞാനും. പക്ഷേ ഇത്തരത്തിലുള്ള നരമേധങ്ങൾക്ക്, ഇത്തരത്തിലുള്ള പ്ലാൻഡ് മർഡർ ഇനി ഭാവിയിൽ നടത്താൻ ആലോചിക്കുന്നവരുടെ ഒരു കൈവിറ ഈ വിധി കാരണം ഉണ്ടാവുമെങ്കിൽ ഈ കൊലമരം നല്ലതാണ്. എൻകൗണ്ടർ പൂർണ്ണമാവുന്നു. ഗുഡ് ബൈ.